ഭഗവാൻ കാരാഗ്രഹത്തിൽ അവതരിച്ച് ആ കാരാഗ്രഹത്തിൽ നിന്ന് നന്ദഗോപഗ്രഹത്തിലെത്തി. നന്ദഗോപഗ്രഹത്തിൽ നന്ദഗോപരുടെ പത്നി യശോദാദേവി പ്രസവിച്ചതായ യോഗമായ ദേവിയായിട്ടുള്ള പെൺകിടാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഈ ബാലികാസ്വരൂപിണിയായിട്ടുള്ള യോഗമായ ഈ കാരാഗ്രഹത്തിലേക്ക് പ്രവേശിച്ചപ്പോഴൊക്കെ പണ്ടത്തെ പ്രകാരത്തിൽ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ വീണ്ടും താഴിട്ട് പൂട്ടിയ മട്ടായി. വസുദേവരുടെയും ദേവകിയുടെയും കാലിമ്പിലും കയ്യിമ്പിലും ചങ്ങല കൊണ്ടുള്ള ബന്ധനം അതേ പ്രകാരത്തിൽ തന്നെ വന്നുപെട്ടു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാരാഗ്രഹത്തിൽ ഇപ്പം എന്തേ ഉണ്ടായി എന്നുള്ള കാര്യമൊന്നും പുറത്തേക്ക് ആർക്കും മനസ്സിലാവണ ഒരു ഭാവമില്ല. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം ഭഗവാൻ അവതരിച്ചതോ അല്ലെങ്കിൽ യോഗമായ ഇവിടേക്ക് വന്നതോ ഭഗവാൻ പോയതൊന്നും ആരും അറിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യോഗമായ ദേവി ഈ കാരാഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു വന്നപ്പം എന്തേ ചെയ്തു വെച്ചാൽ കംസന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ വന്നിട്ട് കംസനെ അറിയിക്കാതെ പോയാൽ മോശമല്ലേ, തൻ്റെ ദൈവകാര്യം സാധിക്കാണ്ട് പോവില്ലേ എന്ന് കണക്കാക്കിയിട്ട് ദേവി ഈ വന്ന സമ്പ്രദായത്തിന്, അതായത് പെരുക്കടാവിലെ പെൺകുട്ടി എന്നുള്ള മട്ടിൽ ശിശുവിൻ്റെ രൂപത്തിലാണല്ലോ വന്നത് എന്ന് ആലോചിച്ചിട്ട് ആ സമ്പ്രദായത്തിൽ തൻ്റെ ഈ വർത്തമാനം അറിയിക്കാനായിട്ട് ഒന്നുമെല്ലാം കരഞ്ഞു. ഈ കുട്ടറ കരയണ ഈ ശബ്ദം കേട്ടപ്പം ഈ ബാലധ്വനി ഇങ്ങനെ കേട്ടപ്പോഴാണ് കംസന്റെ കാരാഗ്രഹത്തിൽ കാവല് നിൽക്കുന്നതായ കിങ്കരന്മാര് ചാടി ഞെട്ടി ഉണർന്ന് അവരിങ്ങനെ ചിന്തിച്ചു എന്താ പണ്ടായത് എന്ന്. അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്താ ദേവകി പ്രസവിക്കും, 8ാമത്തേത് പ്രസവിക്കാൻ പോവുകയാണെന്ന് കണക്കാക്കിയിരിക്കുമ്പോഴാണ് ഈ ബാലികാസുരം ഇങ്ങനെ പാതിരിക്ക് കേട്ടത്. അപ്പം അവർ ഞെട്ടി ഉണർന്ന് ചെന്ന് നോക്കിയപ്പം കണ്ടത് എന്താ വെച്ചാൽ ദേവകി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കാനൊന്നും നിന്നില്ല. അവർ ധൃതിയിൽ ചെന്ന് കംസ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വാതിലിന് മുട്ടി. അദ്ദേഹമാണെങ്കിൽ വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റ് വീണും ഉരുണ്ടും മറിഞ്ഞും ഒക്കെ അങ്ങനെ ചാടി പുറപ്പെട്ടും മുടിയും മുണ്ടും ഒക്കെ സ്ഥാനം തെറ്റിയും അഴിഞ്ഞും വെപ്രാളത്തോട് കൂടിയിട്ട് കംസൻ തൻ്റെ മരണം കാലായി എന്ന് കണ്ടിട്ട് ഓടിച്ചെന്നു ആ കാരാഗ്രഹത്തേക്ക്. ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താ വെച്ചാൽ ഒരു ശിശു. ആ ശിശു ആണെങ്കിൽ ഒരു ബാലിക, ഒരു പെൺകുട്ടിയാണ്, ആൺകുട്ടി പോലും അല്ല. അപ്പോൾ കംസന് തോന്നി എന്താ ഇപ്പം കാണുന്നതാവുമെന്ന്. എന്തായാലും അന്ന് ആ ശരീരവാക്ക് അങ്ങനെ കേട്ടപ്പം എന്താണ്ടായത്, അന്ന് പറഞ്ഞത് ആൺകുട്ടി പെൺകുട്ടി എന്ന് വെടുപ്പായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എന്ത് അസ്യസ്ത്വാം അഷ്ടമോ ഗർഭ, ഈ ദേവകീ ദേവിയുടെ 8ാമത്തെ ഗർഭം എന്നാ പറഞ്ഞത്. അപ്പോൾ കംസൻ ചിന്തിച്ചു 8ാമത്തെ ഗർഭം ഇപ്പം ആണാവാനും പെണ്ണാവാനും സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഗർഭം എന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് കണക്കാക്കിയിട്ട് കംസൻ എന്തേ ചെയ്തു വെച്ചാൽ ഇപ്പോൾ മുമ്പുണ്ടായ 6 കുട്ടികളെയും കല്ലിൻ്റെയും മുകളിൽ തല്ലിക്കൊന്ന പ്രകാരത്തിൽ ഈ പെൺകിടാവിനെയും എന്തു ചെയ്തു, കല്ലിൻ്റെയും മുകളിൽ തല്ലിക്കൊല്ലാം എന്ന് വിചാരിച്ചിട്ട് അതിനിങ്ങോട്ട് വലിച്ചെടുത്ത് കാലിന് വലിച്ചെടുത്ത് പുറപ്പെട്ടപ്പോഴാണ് ദേവകീ ദേവി അടുത്ത് വന്ന് തൊഴുതിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ ഇതിനെങ്കിലും കൊല്ലാണ്ട തരണം. എത്ര എണ്ണത്തിനെ അങ്ങ് കൊന്നു, 6 എണ്ണത്തിനെ കൊന്നില്ലേ, ഇതിനെ അങ്ങ് കൊല്ലാതെ തരണേ എന്നൊക്കെ പറഞ്ഞ് ബഹവോ ഹിംസിതാ ഭ്രാത, എത്ര ഉണ്ണിയോളെ അങ്ങ് കൊന്നു എൻ്റെ സഹോദര, അതുകൊണ്ട് ഈ ശിശുവിനെ കൊല്ലാതെ തരണേ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം കരഞ്ഞ് തൊഴുത് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അപ്പം ഈ കംസന്റെ കാൽക്കൽ വീണ് ദേവകീ ദേവി ഈ വിധം നമസ്കരിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് പറയുകയും ചെയ്തു എന്തൊക്കെ പറഞ്ഞിട്ടും കംസന്റെ ഈ ഒരു ക്രൂരമായ ഭാവത്തിനൊരു മാറ്റവും ഇല്ല. പിന്നെയും വെട്ടി ഇതിനെ പിടിച്ച് വലിച്ചെടുത്ത് കൊല്ലാനായിട്ട് പുറപ്പെടുമ്പം പറഞ്ഞു, ഏതായാലും ഇതിനെങ്കിലും കൊല്ലാണ്ട തരണം. എന്താ വെച്ചാൽ സ്നുഷേയം തവ കല്യാണ സ്ത്രീയം മാഹന്തും രഹസി, ഇത് അങ്ങയുടെ മരുമകള് കുട്ടിയല്ലേ, ഇതിനെങ്കിലും കൊല്ലാണ്ട തരണേ, ഈ സ്ത്രീവധം അങ്ങ് ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങയുടെ അനിയത്തിയല്ലേ, അങ്ങയുടെ കാൽക്കല വീണ് ഞാനിങ്ങനെ നമസ്കരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. എത്തെല്ലാം ധാതുമരഹസി മന്ദായാഹ അങ്കേമാം ചരമാം പ്രജാം, ഇത്ര എണ്ണത്തിനെ കൊന്നപ്പോഴും ഈ അവസാനത്തെ ഒടുക്കണ്ടായ കുട്ടിയെങ്കിലും തരണേ എന്നൊക്കെ പറഞ്ഞ് കലശല് കൂട്ടിയിട്ട് ദേവകീ ദേവി കംസന്റെ കാൽക്കല വീണു വെച്ചാലും കംസൻ അതൊന്നും ബോധ്യയില്ല. എന്ന് മാത്രമല്ല വെട്ടുപോത്തൻ്റെ മുമ്പിൽ വേദോദന മാതിരി ഒരു ഭാവത്തിൽ പോലും ഒരു ഭേദം ഉണ്ടായില്ല എന്ന് തന്നെയല്ല, കംസൻ ക്രൂരത ഒന്നും കൂടി ജ്വലിപ്പിച്ചിട്ട് ആ ശിശുവിനെ ഇങ്ങോട്ട് കാലിനെ പിടിച്ച് വലിച്ചെടുത്തു. എന്നിട്ട് അത്രയ്ക്ക് യാചിച്ച് കാൽക്കല് വീണ് വസുദേവരും ദേവകിയും തൊഴുതിട്ടും ലവലേശം അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് ആ ശിശുവിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അപോഥയൽ ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദ എന്ന് പറയും. തൻ്റെ മരണം അതുണ്ടാവാൻ പാടില്ല എന്ന സ്വാർത്ഥത കണക്കാക്കിയിട്ട് സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനായ കംസൻ ഈ ശിശുവിനെ മുമ്പ് ചെയ്ത മാതിരി അപോഥയൽ ശിലാപൃഷ്ഠെ, ആ പാറക്കല്ലിൻ്റെ മുകളിൽ വീശി അടിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പം അടിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഈ ശിശു
ഈ കംസന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ആകാശദേശത്ത് ചെന്ന് അവിടെ നിന്നു. അപ്പം തന്താപ്പം എന്തായി എന്ന് തൻ്റെ കയ്യിലിപ്പം ഇരിക്കുന്ന ശിശു എവിടേക്കേ പോയി എന്ന് നോക്കി കംസൻ ആകാശത്തേക്ക് നോക്കിയപ്പം ആകാശത്ത് നിൽക്കണത് ശിശു ഒന്നുമല്ല, കണ്ടത് സാക്ഷാൽ ഭഗവതി അങ്ങനെ നിൽക്കണോ. എങ്ങനെ? അദൃശ്യതാനുജ വിഷ്ണോഹ സായുധാഷ്ടമഹാഭുജ ദിവ്യസ്രഗംബരാലേപരത്നാഭരണഭൂഷിത ധനുശൂലേഷു. അങ്ങനെ എന്തൊക്കെയാപ്പ കാണുന്നത്? ചർമാസി ശംഖചക്രഗദാധര സിദ്ധചാരണഗന്ധർവൈ അപ്സരക്കിന്നരോരകൈ ഉപാഹൃതോരുബലിഭേ സ്തുയമാനേതമബ്രവീൽ. അതാണ്ടായത് ആകാശദേശത്ത് ഇങ്ങനെ അഷ്ടബാഹുക്കളോട് കൂടിയിട്ട് ആ ബാഹുക്കളിലൊക്കെ ആയുധങ്ങളൊക്കെ ധരിച്ച് നല്ല പട്ടൊക്കെ ചാർത്തി സിദ്ധചാരണ ഗന്ധർവാദികളും യക്ഷകിന്നരന്മാരും ദേവന്മാരും ഋഷിമാരും സേവിച്ചും കൊണ്ടിരിക്കണ മട്ടില് ഭഗവതി ഇങ്ങനെ ആകാശത്ത് നിൽക്കണോ. എന്താ ഇപ്പം തേജസ്? കംസൻ ഇങ്ങനെ അന്ധാളിച്ച് നോക്കി. എന്താ ഇപ്പം ഈ കാണുന്നത്? കംസൻ ഇങ്ങനെ അന്ധാളിച്ച് നിൽക്കണ സമയത്ത് കംസനോട് ഈ ഭഗവതി പറഞ്ഞു, കംസ കിം മയാ ഹതയാ മന്ദ, എന്തിപ്പം എന്നെ കൊന്നിട്ട് നിനക്കൊരു ലാഭം? യാതഖലു തവാന്തകർ, എന്തായാലും ഞാൻ നിനക്കൊരു സൂചന തരാം. നിന്നെ കൊല്ലാണല്ലോ ജനിച്ചിട്ടുണ്ട്. എത്രക്കുവാ പൂർവശത്രു മാ ഹിംസി കൃപണാൻ വൃഥ. നിന്റെ ശത്രുവിനെ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, അല്ലാതെ ഈ പാവങ്ങളെ പിടിച്ച് തല്ലി കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ കംസ എന്നൊക്കെ ചോദിച്ചു. ഇത്രയും പറഞ്ഞ് ദേവി ഇങ്ങനെ പോവാൻ പുറപ്പെട്ടു. ദേവി പോവാൻ പുറപ്പെട്ട കംസൻ ഇങ്ങനെ ചിന്തിച്ച് എന്താ വേണ്ടു നിശല്യ. ദേവി അന്തരീക്ഷത്തേക്ക് ഞങ്ങളുടെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പൊ കംസനാണെങ്കിൽ ഇപ്പൊ ഈ കേട്ട വർത്തമാനം അനുസരിച്ച് ഇപ്പൊ എന്തേ ചിന്തിച്ചത്? എന്താ ഇപ്പൊ പറഞ്ഞത്? ദേവകിയുടെ 8ാമത്തെ ഗർഭം തന്നെ കൊല്ലും എന്നാണ് പണ്ട് അശരീരവാക്കിൽ കേട്ടത്. ഇപ്പൊ ഈ 8ാമത്തെ ഗർഭം ഇപ്പൊ ഇവിടെ വന്നു പുറപ്പെട്ടത് ഒരു ആൺകുട്ടി പോലും അല്ല, ഒരു പെൺകിടാവ്. ആ പെൺകിടാവാണെങ്കിൽ തന്നെ കൊന്നതുമില്ല എന്ന് മാത്രമല്ല, എന്താ ഇപ്പൊ വിവരം കിട്ടിയത്? തന്നെ കൊല്ലാനുള്ളവൻ വേറെ ജനിച്ചിട്ടുണ്ടത്ര. എന്തല്ലേ കഥ? അപ്പൊ അന്ന് പറഞ്ഞത് നുണയാ. എന്ത്? അന്ന് ആ ശരീരവാക്ക് കേട്ടത് അസത്യല്ലേ? അത് സത്യച്ചപ്പോൾ തന്നെ കൊല്ലണ്ടേത്? എന്തേ ഇപ്പൊ കംസൻ ഇങ്ങനെ വിചാരിച്ചു. പണ്ടൊക്കെ മനുഷ്യന്മാരെ നുണ പറഞ്ഞായിരുന്നുള്ളൂ, ഇപ്പം ദൈവങ്ങൾ നുണ പറയാൻ തുടങ്ങി. എന്തല്ലേ, വല്ലാത്ത കഷ്ടം തന്നെ. ദേവകി പറഞ്ഞതാ കൊല്ലരുത് കൊല്ലരുത്, എന്നിട്ട് ഞാനത് കേൾക്കാണ്ട് കൊല്ലും ചെയ്തു. കഷ്ടം തന്നെ. ദേവകിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദേവകിയെ അങ്ങനെയൊന്നും തോന്നരുതെന്ന്, എൻ്റെ കുട്ടികളെയൊക്കെ ഞാൻ കൊന്നു എന്നൊക്കെ തോന്നും, അങ്ങനെ തോന്നരുത്. എന്തേത്? ആ കുട്ടികൾക്കൊക്കെ അത്ര ആയുസ് ഉണ്ടായുള്ളൂ, എന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കംസൻ അവിടുന്ന് എന്തേ ചെയ്തു? ഇവരെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. ഇതേപ്പം ഉണ്ടായത്. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന വസുദേവരും ദേവകിയും അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി. രാവിലെ നേരം വെളിച്ചാവണതിൻ്റെ മുമ്പ് 12 മണിക്ക് രാത്രി അർദ്ധരാത്രിക്ക് ഉണ്ടായതാണ് ഇപ്പോൾ ഈ സംഗതികളൊക്കെ. പിറ്റേന്ന് നേരം വെളിച്ചായി കംസൻ കൊട്ടാരത്തിൽ സഭയിൽ വന്നിരിക്കുമ്പോഴാണ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ മുമ്പിൽ മന്ത്രിമാരൊക്കെ വന്നു വട്ടം കൂടി നിന്നു. അപ്പോൾ മന്ത്രിമാരോട് രാത്രി ഉണ്ടായ വർത്തമാനം, പാതിരിക്കുണ്ടായ ഭഗവതിയുടെ വരവും പോക്കും ഒക്കെ നല്ലോണം പറഞ്ഞു. അപ്പോൾ ഈ കാര്യം കേട്ടപ്പോഴാണ് മന്ത്രിമാർ ചോദിച്ചു, മഹാരാജാവ് എന്നിട്ട് ഇപ്പം എന്താ അങ്ങ് ചെയ്തത് ചോദിച്ചു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ഞാൻ വസുദേവരെയും ദേവികയും സ്വതന്ത്രരാക്കി വിട്ടു, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചു എന്നും പറഞ്ഞു. അത് കേട്ടപ്പം ഈ കംസന്റെ വർത്തമാനം കേട്ടപ്പോൾ ഈ മന്ത്രിമാരെ പറഞ്ഞു, എന്താ രാജാവി അന്തല്യായ കാണിക്കുമ്പോൾ വിവരമുള്ളവരോട് ചോദിക്കണ്ടേ? ആരാ വിവരമുള്ളവർ? ഈ മന്ത്രിമാരുടെ വിവരമാണ് കംസനെ ഇങ്ങനെ വകതിരിവില്ലേണ്ടിയാക്കിയത്. അപ്പൊ കംസൻ എന്താ ചെയ്തു വെച്ചാൽ മന്ത്രിമാരോട് എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ മന്ത്രിമാരെ പറഞ്ഞു, രാജാവേ അങ്ങയുടെ മരണത്തിന്റെ കാര്യമാണ് പറയണത്, അങ്ങയെ കൊല്ലണം ജനിച്ചു എന്നാ പറഞ്ഞത്. അന്തല്യായ കാണിച്ച് മിണ്ടാണ്ടിരുന്ന എന്താ ഉണ്ടാവണത്? അങ്ങയെ കൊല്ലില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങൊരു സംഗതി ചെയ്തോളാം, അങ്ങൊന്ന് കൽപ്പിക്കുക മാത്രമേ വേണ്ടൂ, കൽപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം. ഇന്നേക്ക് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ മധുരാപുരിയിൽ ജനിച്ച എല്ലാ കുട്ടികളെയും ഞങ്ങൾ കൊന്നു തരാം, അങ്ങൊരു കൽപ്പന വരെ വേണ്ടു എന്നും പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഏവം ദുർമന്ത്രി കംസ സഹ സമ്മന്ത്ര്യ ദുർമതി ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാവൃതോസുര. ഈ കാലൻ്റെ കയറുകൊണ്ട് കെട്ടിക്കിടക്കണതായ കംസൻ ഈ മന്ത്രിമാർ പറഞ്ഞ ഈ വർത്തമാനം കേട്ടിട്ട് എന്നാൽ ഇനി അങ്ങനെ ആവട്ടെ. കംസനൊരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം ഭഗവതി പറഞ്ഞപ്പം അങ്ങനെ, ദേവകി പറഞ്ഞപ്പം ഇങ്ങനെ, ഇപ്പം മന്ത്രിമാർ പറഞ്ഞപ്പം അങ്ങനെ. ഇപ്പോൾ ചില ആളുകൾ അങ്ങനെയുണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാവില്ല. ആരെന്താ പറയണു ആ പറയുന്നതാണ് അവരുടെ സമ്പ്രദായം. സ്വന്തമായിട്ടൊരു കഥയും അവനവൻ്റെ ആരെന്ത് പറഞ്ഞാൽ അതൊക്കെ കേൾക്കാം. കേട്ടത് നല്ലോണം ചിന്തിച്ച് അവനവന് വേണ്ടത് എടുക്കാം, വേണ്ടാത്തത് കളയാം. പിന്നെ മാത്രമല്ല, എന്ത് കിട്ടി പുറപ്പെട്ടാലും ആ കിട്ടിയതിനും കിട്ടാത്തതിനും ഒക്കെ കണക്കാക്കിയിട്ട് അവനവൻ്റെ ഉള്ളിലിട്ടിട്ടൊരു രൂപപ്പെടുത്തൽ ഉണ്ട്. ആ രൂപപ്പെടുത്തൽ ഉണ്ടാക്കിയെടുക്കാനോ അതിനുള്ള ഒരു പ്രാപ്തിയൊന്നും ആർക്കില്ല.
ഈ കംസനിൽ. അതുകൊണ്ടാണ് മന്ത്രിമാര് ദുഷ്ടത പറഞ്ഞു കൊടുത്തപ്പം അതായി കംസന്റെ ചിന്ത. അങ്ങനെ ശരി, അങ്ങനെ ആവട്ടെ, കുട്ടികളെ കൊന്നോളൂ എന്നും പറഞ്ഞു കംസൻ എന്തേ ചെയ്തു വെച്ചാൽ കൽപ്പന കൊടുത്തു. ഈ കംസന്റെ കൽപ്പന അനുസരിച്ച് കിങ്കരന്മാര് നാടായ നാട് മുഴുവൻ നടന്ന് കുട്ടികളെ എങ്ങനെ കൊന്നോ അങ്ങനെ നടന്നു തുടങ്ങി. അങ്ങനെ ഈ ബാലഹത്യ ചെയ്തുകൊണ്ട് കംസകിങ്കരന്മാര് ദുഷ്ടന്മാര് രാക്ഷസീയമായ ഭാവത്തിൽ ലോകത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ലോകം മുഴുവനും വന്ന് ഈ മധുരാപുരിയിലുള്ള എല്ലാ കുട്ടികളെയും ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇവരിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഇപ്പം എന്താ ഉണ്ടായേ ചോദിച്ചാൽ, ഇവിടെ ഈ നന്ദഗോപഗ്രഹത്തിൽ എന്താ പ്രത്യേകത ചോദിച്ചാൽ, ഭഗവാനെ നന്ദഗോപഗ്രഹത്തിലേക്ക് എത്തിച്ചതിൻ്റെ ശേഷം ഇപ്പം അവിടുത്തെ വർത്തമാനം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നന്ദഗോപഗ്രഹത്തിൽ പിറ്റേന്ന് നേരം വിളിച്ചായപ്പോഴേക്ക് ഒരേ ഒരു ഭാവമുള്ള എല്ലാവർക്കും നന്ദസ്തു ആത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ. ആ ആഹ്ലാദം സന്തോഷം കൊണ്ട് വയ്യ അവിടെ. അതിൽ ആര് എവിടെ എങ്ങനെ എവിടെ കണ്ടാലും അവരൊക്കെ ഒറ്റൊരു വർത്തമാനം എല്ലാവരുടെയും കയ്യിലുള്ളൂ. എന്താ വെച്ചാൽ നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി എന്നാ പിറ്റേന്ന് ഭാഷ. അപ്പം നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നന്ദഗോപര് ബ്രാഹ്മണരെയൊക്കെ വിളിച്ചിരുത്തി നല്ലോണം സന്തോഷിപ്പിച്ച് അവർക്ക് ദാനമൊക്കെ കൊടുത്തു. സ്വർണവും പശുക്കളെയും വസ്ത്രവും ആഹാരമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. പിന്നെ അവരെ കൊണ്ട് ഈ ഉണ്ണിക്ക് നന്മ ഉണ്ടാവാനായിട്ട് നല്ലോണം മന്ത്രങ്ങളൊക്കെ ജപിപ്പിച്ചു. അതൊക്കെ ഉണ്ടായി. ഇതൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് നന്ദഗോപർക്ക് അന്നൊരു യാത്ര പോകേണ്ടതായിട്ട് വന്നു പെട്ടെന്ന്. അതായത് എന്താ ചോദിച്ചാൽ, യാത്ര പോവുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങടാന്നാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കംസന്റെ കിങ്കരന്മാരായ സാമന്തന്മാരാണ് ഇവരൊക്കെ. അപ്പൊ കംസന് കൊല്ലം ഓരോ വർഷത്തിലും എന്ത് കൊടുക്കണം? കരം കൊടുക്കുക എന്ന് പറയുന്നു. ടാക്സ് അടയ്ക്കുക എന്ന് പറയില്ലേ? അപ്പൊ നികുതി കൊടുക്കണം. അപ്പൊ ആ നികുതി കൊടുക്കാനായിട്ട് നന്ദഗോപര് തൻ്റെ ഗൃഹത്തിൽ നിന്ന് എവിടേക്ക് പുറപ്പെട്ടു? മധുരയിലേക്ക് പുറപ്പെട്ടു. മധുരയിൽ ചെന്നിട്ട് കംസന്റെ കൊട്ടാരത്തിൽ ചെന്ന് നികുതി കൊടുക്കലൊക്കെ കഴിഞ്ഞു. നികുതി കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മടങ്ങി പോരുന്ന സമയത്താണ് തൻ്റെ സഹോദരൻ ഭ്രാതറും മമ, അങ്ങനെയുണ്ട്, തൻ്റെ സഹോദരനായിട്ടുള്ള ഈ വസുദേവര് കാരാഗ്രഹത്തിൽ കിടക്കുകയാണല്ലോ. ഇപ്പം എന്താ മന്ത്രിമാര് പറഞ്ഞ വർത്തമാനം കേട്ടിട്ട് ഈ കംസൻ വസുദേവരി ദേവകി വീണ്ടും പിടിച്ച് കാരാഗ്രഹത്തിലിട്ട് പൂട്ടി. ഈ കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയ സമയത്താണ് അദ്ദേഹത്തെ ചെയ്തു വെച്ചാൽ, അപ്പോൾ രാത്രിയിലത്തെ ഭഗവതിയുടെ വർത്തമാനം കേട്ടിട്ടാണ് സ്വതന്ത്രരാക്കി വിട്ടത്. ഇപ്പോൾ വീണ്ടും മന്ത്രിമാരുടെ വർത്തമാനം കേട്ടപ്പോൾ അവർ വീണ്ടും കാരാഗ്രഹത്തിലിട്ട് പൂട്ടുകയും ചെയ്തു. കംസന്റെ ആ ഒരു ഭാവമാണ് പറയുന്നത്. അങ്ങനെ ഇവർ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് വസുദേവരെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് ഇരിച്ചിട്ട് നന്ദഗോപര കാരാഗ്രഹത്തിൽ ചെന്ന് വസുദേവരെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം അങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വസുദേവര് ഈ നന്ദഗോപരോട് പറഞ്ഞു, നന്ദഗോപരെ, അങ്ങേക്ക് ഈ വയസ്സുകാലത്ത് ഒരു ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷമായി. അങ്ങേക്ക് ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഉണ്ണി ഉണ്ടായ മാതിരിയുള്ള സന്തോഷം ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ ഉണ്ണി പാർക്കുണ്ടായ ഉണ്ണി എന്ന് പുണ്ണിക്ക് തന്നെ അറിയുള്ളൂ. അപ്പം ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വസുദേവരോട് അങ്ങോട്ടും രണ്ടാളും കൂടി വർത്തമാനം പറയുമ്പോൾ വസുദേവര് വേറൊരു വർത്തമാനം കൂടി ചോദിച്ചു. എൻ്റെ പുത്രൻ ആ രോഹിണിയുടെ മകൻ അങ്ങയുടെ കുടുംബത്തെ അങ്ങേ അച്ഛാമ്മയെന്നൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് കഴിയണില്ലേ എന്ന് ചോദിച്ചു. രോഹിണി പുത്രൻ്റെ കാര്യം, 7ാമത്തെ മകൻ്റെ കാര്യമാണ്. അതൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നല്ലോണം സന്തോഷമായിട്ട് അങ്ങോട്ട് വർത്തമാനം പറയുമ്പോൾ നന്ദഗോപർക്ക് ഈ അവസ്ഥ കണ്ട് വലിയ വിഷമം തോന്നി. കാരണം തൻ്റെ ഒപ്പം നിൽക്കേണ്ട ആളിപ്പോൾ എവിടെയാണ്? കാരാഗ്രഹത്തിലല്ലേ കിടക്കണത്. അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുദേവര് നന്ദഗോപരോട് പറഞ്ഞു, നന്ദഗോപരെ, അങ്ങ് നികുതി കൊടുക്കൽ കഴിഞ്ഞോ ചോദിച്ചു. നികുതി കൊടുക്കൽ കഴിഞ്ഞു. നികുതി കൊടുക്കൽ കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ ഇവിടെ അധികം നിൽക്കണ്ട. എന്താ കാരണം? നേഹ സ്ഥേയം ബഹുതിഥം സന്തി ഉൽപാതാശ്ച ഗോകുലെ എന്നാ പറഞ്ഞത്. അങ്ങനെ ഇവിടെ അധികം നിൽക്കരുത്. കാരണം എന്താ ചോദിച്ചാൽ, സന്തി ഉൽപാതാശ്ച ഗോകുലെ, ഈ ഗോകുലത്തിൽ ചില ദുശകുനങ്ങൾ ഞങ്ങളിങ്ങനെ കാണുക. അതുകൊണ്ട് അങ്ങ് വേഗം പോയിക്കോളൂ. എവിടേക്ക്? അങ്ങയുടെ കുടുംബത്തേക്ക് പോയിക്കോളൂ. അവിടെ ചിലപ്പോൾ ചില ദുര്യോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെന്താ പേടിപ്പിക്കണ ജാതി സമ്പ്രദായങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും പേടിച്ചു പോവില്ലേ? അങ്ങോട്ട് പോയിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ നന്ദഗോപര് നിരീക്ഷിച്ചു, ഈ വസുദേവർ ഒരു വലിയ മഹർഷിയെ പോലെയുള്ള ആളാണ്, എന്തെങ്കിലും പറഞ്ഞ മാതിരി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കണ്ടെന്ന് കണക്കാക്കിയിട്ട് നന്ദഗോപര് വസുദേവരുടെ വാക്യം കേട്ട് അവിടുന്ന് വേഗം തിരിച്ചു പോന്നു. അപ്പം ഈ നന്ദഗോപര് തിരിച്ച് തൻ്റെ കുടുംബത്തേക്ക് വരുന്ന സമയത്ത് നന്ദഗോപഗ്രഹത്തിൽ എന്താ കഥ ചോദിച്ചാൽ, നന്ദഗോപഗ്രഹത്തിൽ ഇപ്പം നമ്മൾ പറയുക വെച്ചാൽ ഈ നന്ദഗോപർക്ക് ഉണ്ണി ഉണ്ടായി എന്നുള്ള വർത്തമാനം കേട്ടിട്ട് ഗോപികമാരും ഗോക്കളും അവർ എങ്ങനെ ഗോപന്മാരും ഒക്കെ സന്തോഷം കൊണ്ട് വയ്യ. അവരെല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എങ്ങനെയാപ്പോൾ ഈ സന്തോഷം കൊണ്ടാടണ്ടോ എന്ന് നിശ്ചയില്ലാതെ അവരെങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണേ. അവർ പാലും വെണ്ണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് ആകാശത്തേക്കൊക്കെ എറിഞ്ഞിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സന്തോഷം കൊണ്ടാടിയിട്ട് ഗംഭീരമായിട്ട് അവർ ആഹ്ലാദിക്കുന്നത്. ഇപ്പോൾ ഇവരിതിങ്ങനെ ആഹ്ലാദിച്ച് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ സന്തോഷത്തിനൊരു നിവൃത്തിയില്ലാണ്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ധാരാളം ഗോപികമാർ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇവരിങ്ങനെ നിരന്തരം
വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ കംസൻ്റെ വർത്തമാനം കേട്ട കിങ്കരന്മാർ ലോകം മുഴുവൻ നടന്ന് ഈ വിധത്തിൽ ബാലഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദഗോപഗ്രഹത്തിലെ ഗോപികമാർ ധാരാളം പേര് പലപ്പോഴായിട്ട് വരും. ഈ ഉണ്ണി എങ്ങനെ കാണും, വീണ്ടും പറയും, സന്തോഷിക്കും. ആ സമയത്താണ് നന്ദഗോപഗ്രഹത്തിലേക്ക് സുന്ദരി വേഷം ധരിച്ചിട്ടൊരു ഗോപിക വന്നേ. അപ്പോൾ ഈ ഗോപിക ഇങ്ങനെ അങ്ങാടി കൂടെ വളരെ സുന്ദരമായ വേഷത്തിൽ വരുന്ന സമയത്ത് ഈ ഗോപന്മാരും അതുപോലെ ഈ നന്ദഗോപഗ്രഹത്തിലുള്ള മറ്റുള്ളവരൊക്കെ വിചാരിച്ചു, ആരാ ഈ ഗോപിക? അപ്പോൾ പൂതനെയാണ് ഈ സുന്ദരീ സ്വരൂപം ധരിച്ച് വേഷം കെട്ടി ബാലഹത്യക്കായിട്ട് പുറപ്പെട്ട് വന്നത്. ഈ പൂതനെ അവിടുന്ന് പുറപ്പെടുമ്പോഴേ ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, എന്താ വരാത്തത് എന്നിങ്ങനെ കാത്തിരിക്കുക. പൂതനയാണെങ്കിൽ സുന്ദരീ ഭാവേന ഇങ്ങോട്ട് കയറി വന്നു നന്ദഗോപഗ്രഹത്തിലെത്തി. നന്ദഗോപഗ്രഹത്തിൽ വന്ന സമയത്ത് എന്താ വെച്ചാൽ ഗോപികമാരൊക്കെ എല്ലാവരും കണ്ടു. നന്ദഗോപഗ്രഹത്തിൽ വന്ന് യശോദാദേവിയും കണ്ടു. യശോദാദേവിയെ കണ്ട സമയത്ത് യശോദ എന്താ ചെയ്തു വെച്ചാൽ ഈ പൂതനയുടെ അടുത്ത വർത്തമാനം പൂതനയാണെന്നൊന്നും മനസ്സിലാവില്ല. ഈ കാട്ടാള ഭാവേന വന്നതാണെങ്കിലും പൂതന വന്ന് കയറി ഭഗവാൻ എവിടെയെന്ന് ചോദിച്ചു. ഭഗവാനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഭഗവാന്റെ ആ കാത്തിരിക്കുകയാണ്, എന്താ അല്ലേ, പൂതനയുടെ വരവും കാത്തിരിക്കുകയാണ് ഭഗവാനെങ്കിലും അടുത്തേക്ക് വന്ന സമയത്ത് പൂതന തൻ്റെ അടുത്തേക്ക് വന്നപ്പം ഈ ഉണ്ണിയായിരിക്കണ ഭഗവാൻ താനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ കണ്ണടച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോഴാണ് പൂതന ഇങ്ങോട്ട് വന്ന ആ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു എന്ന് മാത്രമല്ല, അത് നോക്കി കണ്ടപ്പോഴാണ് എത്രയോ കുട്ടികളെ കൊന്നിട്ടാണ് ഇവള് വരണത്. പക്ഷേ ഈ ശിശുവിനെ കണ്ടപ്പോൾ മാത്രം നോക്കിയിട്ട് കണ്ടിട്ട് മതിയാവണമില്ല, കണ്ണെടുക്കാൻ പറ്റണമില്ല. ഈ വിധം ചിന്തിച്ചിരിക്കുമ്പം എന്തായാലും തന്നെ ഏൽപ്പിച്ച പണി ചെയ്യാണ്ട പറ്റില്ലല്ലോ എന്ന് കണക്കാക്കിയിട്ട് പൂതന എന്തേ ചെയ്തു വെച്ചാൽ ഈ ശിശു ആയിരിക്കണം ഭഗവാനെ നല്ലോണം ഇങ്ങനെ എടുത്ത് മടിയിലേക്ക് വെച്ച് താൻ കൊണ്ടുവന്ന വിഷം നല്ലോണം പുരട്ടിയിട്ട് അങ്ങനെ മുല കൊടുക്കാനായിട്ട് തുടങ്ങി. ഭഗവാനാണെങ്കിൽ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ കുറേശ്ശെ ആയിട്ട് അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഇങ്ങനെ ചിന്തിച്ചു, എന്തായാലും ഇപ്പം തന്നെ കണ്ടു തൊഴുത് ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് വന്ന പാവ ഈ പൂതന ഇനി ഇവിടുന്ന് പോയാലും കുട്ടികളെ കൊല്ലുക എന്നുള്ള പാപമാണ് ചെയ്യണത്, അത് വേണ്ട എന്ന് കണക്കാക്കിയിട്ട് ഭഗവാൻ ആ പൂതനയുടെ പ്രാണനെ തന്നെ കുറേശ്ശെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് പൂതനയ്ക്ക് തൻ്റെ ഈ മോഹിനി സ്വരൂപം അങ്ങനെ നിലനിർത്താൻ സാധിച്ചില്ല. വലിയ വിടുക എന്നൊക്കെ പറഞ്ഞു വെച്ചാലും വിട്ടില്ല. അങ്ങനെ പൂതനയുടെ പ്രാണനെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുത്ത സമയത്ത് പൂതന ആ പ്രാണൻ പോണ വെപ്രാളത്തിൽ പരാക്രമം കാണിച്ച് സുന്ദരീ സ്വരൂപമൊക്കെ കളഞ്ഞ് രാക്ഷസിയുടെ മറ്റുള്ള തൻ്റെ സ്വന്തം സ്വരൂപം ധരിച്ച് ഒരു പർവ്വതം പോലെ അലറി അട്ടഹസിച്ചുകൊണ്ട് ആ ഭൂമിയിലേക്ക് അങ്ങോട്ട് വീണു. അങ്ങനെ പൂതന മരിച്ചു വീണ സമയത്ത് ഈ ബഹളം കേട്ടിട്ട് യശോദാദേവിയും ഗോപികമാരും ഒക്കെ വന്ന് നോക്കി എന്താ പണ്ടായതെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് വലിയൊരു കാട്ടാളത്തി മുറ്റത്ത് കിടക്കണു. അതിൻ്റെ അടുത്ത് ഈ ശിശു ആയിരിക്കണം ഭഗവാനും. അവർ പേടിച്ച് ഈ ശിശുവിനെ എടുത്തു കൊണ്ടുവന്ന് ഉണ്ണിയായിരിക്കണം ഭഗവാനെ എടുത്തു കൊണ്ടുവന്ന് നല്ലോണം ഗോമൂത്രസ്നാനം ഗോപുച്ഛഭ്രമണം ഇതൊക്കെ ചെയ്യിച്ച് വേണ്ട മാതിരി ഒക്കെ ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്തിവാചനമൊക്കെ ചെയ്യിച്ചു. ഇതൊക്കെ ചെയ്യിച്ച് അനുഗ്രഹിപ്പിച്ച് വേണ്ടതായി പേടിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞാൽ പേടി തീർക്കാനായിട്ട് ഉണ്ണിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതിൻ്റെ ശേഷം ഈ പൂതനയുടെ കാര്യം എന്താണെന്ന് നിശ്ചല്ലാതെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നന്ദഗോപര് ഈ മധുരാപുരിക്ക് പോയി കരം കൊടുക്കൽ കഴിഞ്ഞ് ആ വഴി മടങ്ങി വരുന്ന നന്ദഗോപര് വന്നിങ്ങോട്ട് കയറി വരുമ്പം തന്നെ കണ്ടത് മുറ്റത്ത് വലിയ പർവ്വതം പോലെ കിടക്കണ കാട്ടാളത്തിയുടെ രൂപം കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്താ അതിങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നൊക്കെ ചോദിച്ചപ്പം ഗോപന്മാർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ രാവിലെ ഒരുത്തി വന്നതാണ്, അവളാണ് ഈ കാട്ടാളത്തിയുടെ രൂപത്തിൽ കിടക്കുന്നത്, ഉണ്ണിയുടെ അടുത്തേക്ക് വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ എന്താ ചെയ്തു വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ എന്തായാലും ഇപ്പോൾ ഈ കാട്ടാളത്തിയുടെ ശരീരം ഇവിടെ ഇരുന്നാൽ ചീഞ്ഞ് നാറി കട്ടത്തിലാവില്ലേ. അതുകൊണ്ട് അവരത് വെട്ടി നുറുക്കി കഷ്ണാക്കി വണ്ടിയിൽ കയറ്റി കാട്ടിൽ കൊണ്ടുപോയി കത്തിക്കാനായിട്ട് പുറപ്പെട്ട് അവിടെ ചെന്ന് കൊണ്ടുപോയി കത്തിച്ച സമയത്ത് ഈ പൂതനയുടെ ദേഹം ഇങ്ങനെ കത്തിച്ച സമയത്ത് ചന്ദനമുട്ടി കത്തിക്കണ മാതിരിയാക്കിയില്ല. ചന്ദനം കർപ്പൂരം എന്നൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഗന്ധം പോലെ ഒരു സുഗന്ധം അന്തരീക്ഷത്തിൽ ഇങ്ങോട്ട് വരുന്നു. അപ്പം അന്തരീക്ഷത്തിൽ ഈ ശവദാഹത്തിന്റെ സമയത്ത് സുഗന്ധം വരുന്ന സമയത്ത് പരീക്ഷിത മഹാരാജാവ് ചോദിച്ചു ശ്രീശുക മഹർഷിയോട്, സാധാരണഗതിയിൽ എത്ര വലിയ കേമനാണെങ്കിലും ശവദാഹം കഴിക്കുമ്പോൾ ഉണ്ടാവുക സുഗന്ധമല്ല ദുർഗന്ധമാണ് ഉണ്ടാവുക, പിന്നെ എന്തിപ്പോൾ ഈ പൂതനയുടെ ശവം ദഹിപ്പിച്ചപ്പോൾ സുഗന്ധം ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് പൂതന ഭഗവാനെ വന്നു തൊട്ടു, ഭഗവാന്റെ കൂടെ ഒരു സ്പർശം ഉണ്ടായിട്ട് സംസർഗം ഉണ്ടാവുക കാരണം പൂതനയുടെ ദേഹം പോലും ശുദ്ധായി. അങ്ങനെ ദേഹം പോലും ശുദ്ധാവുക കാരണത്താലാണ് പൂതനയുടെ ദേഹം ദഹിപ്പിച്ചപ്പം ഈ സുഗന്ധം ഉണ്ടായത് എന്നും പറഞ്ഞു. അപ്പോൾ കൊല്ലാനായിട്ട് വന്നോളക്ക ഭഗവാൻ ഈ സദ്ഗതിയാണ് കൊടുത്തത് വെച്ചാൽ ഭഗവാനെ നിന്ന് സ്നേഹത്തോടെ സേവിച്ചതായ ഗോപികമാർക്ക് എന്തൊക്കെ സദ്ഗതി ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവും എന്നും ചോദിച്ചു പരീക്ഷത്തിനോട്. അപ്പം അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്ന് വേറൊരു സംഗതി എന്തായിട്ടായി ചോദിച്ചാൽ, ആ കാലത്ത് ഈ ഉണ്ണി ഇങ്ങനെ കുറേശ്ശെ വളർന്നു വരുന്ന സമയത്ത് കഥാചിത് ഔത്ഥാനിക കൗതുകാപ്ലവേ
ജന്മക്ഷയോഗേ അതുണ്ട്. ജന്മക്ഷയോഗം എന്ന് പറഞ്ഞാൽ ഈ മാസങ്ങളിൽ നക്ഷത്രങ്ങൾ ഉണ്ടാവില്ലേ, ഓരോ മാസത്തിലും ഉണ്ടാവുമല്ലോ ജന്മ നക്ഷത്രം. അതിന് പക്കപ്പിറന്നാൾ എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഒരു പക്കപ്പിറന്നാൾ വന്ന കാലത്ത് ഈ ഉണ്ണി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാനായുള്ള പുറപ്പാടിൽ ചെരിഞ്ഞും കൊണ്ടിരിക്കണ കാലത്ത് ഒരിക്കൽ എന്താണ്ടായി എന്നാണെങ്കിൽ നന്ദഗോപാദി ഗോപന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഈ ഉണ്ണി ഇങ്ങനെ ജനിച്ചത് വലിയൊരു സന്തോഷമായിട്ടാണ്. എന്താ വെച്ചാൽ ഇല്ലാതിരുന്ന കാലത്ത് പ്രാർത്ഥിച്ച് ഭജിച്ച് ഇങ്ങനെ അറ്റുനോറ്റുണ്ടായ ഉണ്ണിയാണ്. അപ്പം ആ സന്തോഷം സഹിക്കുക വയ്യാത്തതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ജന്മോത്സവം കൊണ്ടാടേണ്ടതെന്നൊരു രൂപമില്ലാതെ കണ്ട് നന്ദഗോപാദി ഗോപന്മാരും ഗോപികമാരും കഴിച്ചു കൂട്ടുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചു, എന്നാൽ ഇനി ഇതിൻ്റെ പിറന്നാൾ അങ്ങോട്ട് കേമാക്കുക. പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം തികഞ്ഞ പിറന്നാളല്ലേ, ഒരു കൊല്ലം കഴിയുമ്പോഴല്ലേ കൊണ്ടാടുക. അതല്ല ഉണ്ടായത്. ആ മാസപ്പിറന്നാൾ വക്കപ്പിറന്നാൾ കേമായിട്ട് കൊണ്ടാടാനായിട്ട് പുറപ്പെട്ട നന്ദഗോപാദി ഗോപന്മാര് അങ്ങനെ ഉത്സാഹിച്ച് പുറപ്പെട്ടു. എല്ലാവരെയും വിളിച്ചിരുത്തി ഗോപന്മാരെ, സകല ഗോപന്മാര് നന്ദഗോപഗ്രഹത്തിന്റെ ചുറ്റുപാടുള്ളതായ എല്ലാവരെയും വിളിച്ചിരുത്തി സദ്യയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് അങ്ങനെ അത് പിറന്നാളെ കൊണ്ടാടാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഗോപിക യശോദ എന്തേ ചെയ്തു വെച്ചാൽ ഈ ഉണ്ണിയായിരിക്കണം ഭഗവാനെ കുളിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത് അകത്ത് കൊണ്ടുപോയി കിടത്തി താൻ ഇങ്ങോട്ട് പോന്നാൽ തനിക്ക് അടുക്കളയിൽ ഓരോ പണികളുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഇരുന്ന് കരയും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഉണ്ണിയെ കൊണ്ടുവന്ന് പൂമുഖത്ത് അവിടെ ഇങ്ങോട്ട് കിടത്തി എന്നിട്ട് അടുക്കളയ്ക്ക് പോവുകയും ചെയ്തു. ഇത് അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങി. ഇനിയിപ്പോൾ അത് എണീറ്റാലും ഉണർന്നാലും കുഴപ്പമില്ല, മുറ്റത്ത് കളിക്കുന്ന കുട്ടികളെയും നോക്കിയിരുന്നോളും, വേറെ വിഷമം ഉണ്ടാവില്ല, വാശി പിടിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് യശോദ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ ഒന്ന് ഉണർന്ന് ചുറ്റും നോക്കിയപ്പോൾ അമ്മയില്ല, അച്ഛനും ഇല്ല, ആരുമില്ല. എല്ലാവരും അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ തിരക്കലാണ്. ഭഗവാൻ ഒന്ന് കരഞ്ഞു, ആരും വന്നില്ല. ഉറക്കെ കരഞ്ഞു, ആരും വന്നില്ല. പിന്നെയും കരഞ്ഞു, അപ്പോഴും ആരും വന്നില്ല. ഈ കരയിൽ ഇങ്ങനെ കലശലായിട്ടും ആരും വരണില്ല എന്നാ കണ്ടപ്പം ഭഗവാൻ തൻ്റെ കാല ഒന്നങ്ങോട്ട് വീശി ഇളക്കി കരഞ്ഞു. അപ്പം കാല ഇളക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് മുറ്റത്ത് നിർത്തിയിട്ടായിരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു, കുപ്യഭാജനങ്ങളായിട്ടുള്ള വണ്ടി. കുപ്യഭാജനം എന്ന് പറഞ്ഞാൽ ഓട്ടുപാത്രങ്ങൾ നിറച്ചൊരു വണ്ടി. ഈ വണ്ടിയുടെ തണ്ടമ്മിൽ കാല് ചെന്ന് തട്ടി വണ്ടി ആകാശത്തേക്ക് പോയിട്ട് പൊടിയായിട്ട് നിലത്തേക്ക് വീണ സമയത്ത് ഈ ബഹളമൊക്കെ കേട്ട് നന്ദഗോപുരം യശോദയൊക്കെ വന്ന് നോക്കി എന്താണ് അതെന്ന് അറിയാനായിട്ട് നോക്കിയപ്പം വണ്ടി തകർന്ന് കിടക്കണോ, അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ണി പൂമുഖത്തിരുന്ന് കരയണം. അപ്പം ഇത് കണ്ടപ്പോൾ അവർക്ക് സംശയം, എന്താ അപ്പോൾ അവിടെ ഉണ്ടായി എന്നറിയില്ല. അവർ ഉണ്ണിയെ വേഗം എടുത്തുകൊണ്ട് പോയി വേണ്ടതൊക്കെ ചെയ്യിച്ചു. പേടിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞ് പേടി മാറാനുള്ള ക്രിയകളൊക്കെ ചെയ്യിച്ചു, മന്ത്രക്രിയകളൊക്കെ ചെയ്തു. ഈ മന്ത്രക്രിയകളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഗോപികമാർക്കും ഗോപന്മാർക്കും ഒരു സംശയം, എങ്ങനെയപ്പോൾ വണ്ടി ഇത്ര വേഗം ഇവിടെ ഒരു കാറ്റോ എന്തെങ്കിലും ഒരു വിഷമോ ഇല്ലാത്ത സമയത്ത് വണ്ടി എങ്ങനെ തകർന്നു എന്നൊരു സംശയം. ഈ വണ്ടി തകർന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അവർ മുറ്റത്ത് കളിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ എങ്ങനെ ഈ വണ്ടി ഇങ്ങനെ തകർന്നത്, നിങ്ങൾ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ്ടായ ദുരിതം എന്ന് ചോദിച്ചു. അപ്പം അത് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഉണ്ണി ഇങ്ങനെ കാലിട്ടടിച്ച് കരഞ്ഞ സമയത്ത് കാലിൻ്റെ ചെറുവിരൽ ഈ വണ്ടിയിൽ തട്ടി വണ്ടി ആകാശത്തേക്ക് പോയി തകർന്ന് വീഴുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞപ്പം അതൊന്നും ആ ഗോപന്മാർക്കോ ഗോപികമാർക്കോ വിശ്വാസമായില്ല. അവരെന്തേ ചെയ്തത്, നതേ ശ്രദ്ധധിരേ ഗോപ ബാലഭാഷിതമിത്യുത. അതാണ്ടായത്. അപ്രമേയം ബലം തസ്യ ബാലകസ്യ നതേ വിദോ. അവർക്ക് ആ അപ്രമേയം ബലം, ഈ ഉണ്ണിയായിരിക്കണ ഭഗവാന്റെ അളക്കാൻ പറ്റാത്ത ശക്തിയെക്കുറിച്ച് അവർക്കൊരു വിവരവും ഉണ്ടായില്ല. അവർ വിചാരിച്ചു കുട്ടികൾ നുണ പറയുകയാണ്, അസത്യം പറയുകയാണെന്നാണ് അവർ കണക്കാക്കിയത്. അതുകൊണ്ടാണ് ഇന്നത്തെ ശ്രദ്ധധീരേ അവരത് കണക്കാക്കിയില്ല, കുട്ടികളുടെ വാക്യം എന്നാ പറയുക. അങ്ങനെയൊക്കെ ഉണ്ടായി. കുറച്ചു കാലം കൂടി കഴിഞ്ഞിരിക്കുക എന്താണ്ടായി വെച്ചാൽ ഈ യശോദ ഇങ്ങനെ ഉണ്ണിയെ മടിയിലിരുത്തി കൊഞ്ചിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഉണ്ടായി. അപ്പം ഈ ഉണ്ണി ഇങ്ങനെ മടിയിലിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോന്നിയത് എന്തോ ഒരു വലിയ ഭാരമുള്ള വസ്തു, അമ്മിക്കല്ലോ വലിയ ഒരു കല്ല് കയറ്റി വെച്ച മാതിരി ഒരു ഭാരക്കൂടുതൽ ഇങ്ങനെ തോന്നി. മടിയിലിരുത്തിയിട്ട് അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ യശോദയ്ക്ക് ഉണ്ടായി. അപ്പം യശോദ എന്തേ ചെയ്തു വെച്ചാൽ ഈ മടിയിലിരിക്കുന്ന ഉണ്ണിക്ക് ഭാരം കുറച്ച് അധികമാണെന്ന് കണക്കാക്കിയിട്ട് ആ ഉണ്ണി അവിടെ കിടത്തി, പായയിൽ കിടത്തിയിട്ട് യശോദ അടുക്കളയ്ക്ക് പോവുകയും ചെയ്തു. യശോദ അടുക്കളയ്ക്ക് പോയപ്പോഴാണ് ഭഗവാൻ കണക്കാക്കി. അപ്പോഴാണ് വേറെ ഒരുത്തനൊരു അസുരൻ, തൃണാവർത്തൻ എന്ന് പേരായിട്ടൊരു അസുരൻ ഭഗവാനെ കൊല്ലാൻ കണക്കാക്കി പടിപ്പരയിൽ വന്ന് നിൽക്കുന്നത് ഭഗവാൻ അറിയാം. അവൻ്റെ മുമ്പിൽ അമ്മയെ ഇവിടുന്ന് അടുക്കളയ്ക്ക് പറഞ്ഞയക്കാനാണ് സ്വയമേവ ഭാരം കൂട്ടിയത്. ഭാരം കൂട്ടിയില്ല വെച്ചാൽ അമ്മ മടിയിൽ വെച്ചിരിക്കേ. അമ്മ മടിയിൽ വെച്ചിരിക്കുന്ന സമയത്ത് അമ്മയും കൂടി ഇവൻ ഉപദ്രവിക്കും. അപ്പം അതിന് പുറപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭാരം കൂട്ടി അമ്മയെ ഇവിടുന്ന് പറഞ്ഞയച്ചു. തൃണാവർത്തൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വന്ന് ഉണ്ണിയായിരിക്കണം ഭഗവാനും എടുത്ത് പൊക്കി ആകാശത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ആകാശത്ത് കൊണ്ടുപോയപ്പോൾ ഇവൻ സ്വരൂപം ധരിച്ച് നോക്കണ സമയത്ത് എന്താ വെച്ചാൽ ഈ അസുരൻ ഈ തൃണാവർത്തൻ്റെ തോളത്ത് ഇങ്ങനെ കാല് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. പണ്ട് നമ്മൾ ഈ ബാല്യക്കാരൻ്റെ തോളത്ത് കയറി അമ്പലത്തേക്ക് തൊഴാൻ പോകില്ല, അതേ മട്ടിൽ രണ്ട് കാലും കഴിപ്പിട്ട് തൂക്കിയിട്ട് കാലിൻ്റെ ആ നടുക്കാണ് ആരുടെ തല, ഈ തൃണാവർത്തൻ്റെ തല. ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ ഇപ്പം ഈ ആകാശദേശത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിഭ്രമിക്കാനില്ല, എന്ത് കാണിച്ചാലും ആര് കാണില്ല, അമ്മയൊന്നും
കാണില്ല, സ്വതന്ത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. താഴേന്നാകുമ്പം അവർ കണ്ടു ഇവർ കണ്ടു എന്നൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യുക. ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ തൻ്റെ 2 കാലും കൂടി ഒന്നും ഇങ്ങോട്ട് അമർത്തി പിടിച്ചപ്പോൾ എൻ്റെ കഴുത്തൊന്ന് നല്ലോണം അങ്ങോട്ട് അമർന്നു. കഴുത്തമർന്നപ്പം ഈ തൃണാവർത്തം പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഇനി ശ്വാസം മുട്ടല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അമർത്തി. അങ്ങനെ ശ്വാസം മുട്ടി ആര് ചത്തു? അസുരൻ ചത്തു. ചത്തുപോയ അസുരൻ നിലത്തേക്ക് വീണു. നിലത്തേക്ക് വീണ അസുരൻ്റെ വയറ്റത്തേക്ക് ഭഗവാനും ചാടി വീണു. ഈ ഒച്ചപ്പാടൊക്കെ കേട്ട് എല്ലാവരും കൂടി വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, പേടിപ്പിക്കണ കാഴ്ച, അവർ വിചാരിച്ചു ഉണ്ണി പേടിച്ചിട്ടുണ്ടാവും എന്നും വിചാരിച്ചു. ഇവർക്ക് ആർക്കും മനസ്സിലായില്ല എന്താ ഇപ്പം ഇവിടെ ഉണ്ടായത് എന്ന്. അങ്ങനെ ഒരു കഥ അതും ഉണ്ടായി. അക്കാലത്ത് വേറൊരു സംഗതി ഉണ്ടായത് എന്താ വെച്ചാൽ ഉണ്ണിയായിരിക്കണ ഭഗവാനെ മടിയിലിരുത്തി ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ ഈ ഉറക്കത്തിൻ്റെ രസ്യത ഉണ്ടോ എന്ന് കാണിക്കണ മട്ടിൽ ഒന്ന് വായ തുറന്നിട്ട് ഒന്ന് കോട്ടുവായ ഇട്ടു വാന്നും പറഞ്ഞിട്ട് ഈ കോട്ടുവായിട്ട സമയത്ത് യശോദ എന്താ ചെയ്തു വെച്ചാൽ വായയിലേക്ക് നോക്കി എന്ത് പല്ല് വന്നു എന്ന് അറിയാനാണ് നോക്കിയത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല്ല് വന്നു എന്ന്. അപ്പോൾ പല്ല് വന്നു എന്ന് അറിയാൻ നോക്കിയ സമയത്ത് വായയിൽ കണ്ടത് പല്ല് മാത്രമല്ല പുല്ല്, കല്ല്, മണ്ണ് ഇതൊക്കെ കണ്ട്. അവ ഒന്നും പറയണ്ട. ദൃഷ്ടുവാദ്ഭുതാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനെ. അതുണ്ടായത്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ട സമയത്ത് എന്താ പറയേണ്ടത്? സാവീക്ഷ്യ യശോദ ആ വായയിലേക്ക് നോക്കിയപ്പം സാവീക്ഷ്യ വിശ്വം സഹസാരാജൻ സഞ്ജാതവേ പഥോ സമ്മീല്യ മൃഗശാപാക്ഷി നേത്രേ ആസീൽ സുവിസ്മിത. അതുണ്ടായത്. ഈ വായയിൽ ഈ കണ്ടതായ മഹാത്ഭുതങ്ങൾ 14 ലോകങ്ങളെയും ആ വായയിൽ അങ്ങനെ കണ്ട സമയത്ത് സമ്മീല്യ മൃഗശാപാക്ഷി യശോദാദേവി എന്ത് ചെയ്തു? ഇത് കണ്ട് പരിഭ്രമിച്ചിട്ട് കണ്ണങ്ങോട്ട് അടച്ചു. ഭഗവാൻ വായയും അടച്ചു. എന്താ അത്? സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ വലിയ വെടി പൊട്ടിക്കൂല പിറ്റേന്നാൾ. അത് പൊട്ടുമ്പോൾ കേൾക്കാൻ മാത്രം ചെകിടിൻ്റെ പലകയ്ക്ക് ഉറപ്പുണ്ടോ എന്നറിയാൻ തലേന്നാൾ പൊട്ടിക്കണതിൻ്റെ പേരാണ് എന്ത്? ഇനിയിപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ അമ്മയ്ക്ക് വായയിലെ കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ കണ്ട അമ്മ പേടിച്ചു പോകരുത്. അപ്പോൾ അതിന് മുമ്പ് കുറേശ്ശെ കാണിച്ചു കൊടുത്താൽ പിന്നെ എന്തുണ്ടാവും? പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കില്ല. അപ്പോൾ അതിനൊരു സൂചനയായിട്ടാവണം ഭഗവാൻ ഇത് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞതിൻ്റെ വിശ്വരൂപം. അങ്ങനെ ഇതൊക്കെ കണ്ടു. അക്കാലത്ത് നന്ദഗോപഗൃഹത്തിൽ ഇങ്ങനെ കുട്ടികളെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് കുട്ടികൾ കുറേശ്ശൊക്കെ പ്രായമായി വരുന്നു. അപ്പോഴാണ് വസുദേവർ എന്താ ചെയ്തു വെച്ചാൽ ഗർഗമഹാമുനി എന്ന് പറഞ്ഞ കുലഗുരുവായ യാദവന്മാരുടെ കുലഗുരുവായ ഈ ഗർഗമഹാമുനിയെ പറഞ്ഞയച്ചു ഇവിടേക്ക് നന്ദഗോപഗൃഹത്തിലേക്ക്. എന്തിനെ പറഞ്ഞയച്ചു എന്നാണെങ്കിൽ പുത്രന്മാർ ഉണ്ണിയോള് 2 പേര് അവിടെ ഉണ്ടല്ലോ. ഈ ഉണ്ണിയോൾക്ക് 2നും പേരിടണം. നാമകരണം കഴിഞ്ഞിട്ടില്ല. അപ്പം നാമകരണത്തിനായിട്ടാണ് ഗർഗമഹാമുനി നന്ദഗോപഗ്രഹത്തേക്ക് വന്നത്. അപ്പോൾ ഈ നന്ദഗോപഗ്രഹത്തിൽ വന്ന ഗർഗമഹാമുനി അദ്ദേഹത്തെ കണ്ടപ്പം നന്ദഗോപര് നല്ലോണം അദ്ദേഹത്തെ ബഹുമാനിച്ചു, കാൽക്കൽ തൊഴുതു നമസ്കരിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു, ഗുരുനാഥ അങ്ങ് ഈ ഉണ്ണികൾക്ക് 2 പേരിടണം എന്നും പറഞ്ഞു. അപ്പോൾ പേരിടണം എന്ന് പറഞ്ഞപ്പോൾ ഗർഗമഹാമുനി പേരിടണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണെങ്കിലും അദ്ദേഹം നന്ദഗോപരോട് പറഞ്ഞു, നന്ദഗോപ ഞാൻ ഇപ്പോൾ ഈ ഉണ്ണികൾക്ക് പേരിട്ടാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചിട്ടോ, ഞാൻ യാദവന്മാരുടെ ഗുരുനാഥനാണ്. അപ്പം ഞാൻ പേരിട്ടാൽ എന്ത് വിചാരിക്കും? ഈ പേരിട്ട കുട്ടികൾ യാദവ വംശക്കാരാണെന്നൊരു തോന്നലുണ്ടാവും. അപ്പം ഈ യാദവ വംശക്കാരാണെന്ന് തോന്നുമ്പം ചിലപ്പോൾ കംസൻ ദുഷ്ടനായതുകൊണ്ട് കംസൻ എന്ത് തോന്നും? ഇത് വസുദേവരുടെയും ദേവകിയുടെയും സന്താനങ്ങളാണോ എന്നൊരു സംശയം ഉണ്ടാവും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ കംസന് 2 സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. 7ാമത്തെ ഗർഭം ഇല്ലേണ്ടായി എന്നും 8ാമത്തെ ഗർഭം അതായത് പെൺകുട്ടിയായിട്ട് പോവുകയും ചെയ്തു, തന്നെ കൊന്നതുമില്ല. പക്ഷെ അന്ന് പറഞ്ഞത് തന്നെ കൊല്ലാനായിട്ട് ജനിക്കുക 8ാമത്തേതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. 7ാമത്തതിൻ്റെ കാര്യത്തിലും ഒരു ഉറപ്പില്ല, 8ാമത്തതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വിചാരം ഉള്ളിലിരിക്കുന്നതായ കംസൻ ചിലപ്പം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു പേരിടൽ അദ്ദേഹം കഴിച്ചു എന്നുള്ളൊരു ഒരു അങ്ങനെ ഒരു ലോകര് അറിഞ്ഞുപെട്ടാൽ എന്തുണ്ടാവും? ഈ കുട്ടികളെ ചിലപ്പം കംസൻ ഉപദ്രവിക്കും. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മളായിക്കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ പേരിടണോ നന്ദഗോപ എന്ന് ചോദിച്ചു. അപ്പം നന്ദഗോപര് പറഞ്ഞു, അതിപ്പോൾ എന്ത് ചോദ്യ? അങ്ങല്ലേ ഞങ്ങളുടെ ഗുരുനാഥനായ അങ്ങല്ലാതെ പിന്നെ ആരാ പേരിടുക? അങ്ങനെ പേരിടുള്ളൂ. പക്ഷേ അങ്ങ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കംസന്റെ ഒരു സംശയം കാരണം കംസൻ ചിലപ്പോൾ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് വരും. അപ്പം നമുക്കൊരു കാര്യം എന്ത് ചെയ്യാം? ഈ പേരിടൽ കർമ്മം, നാമകരണ കർമ്മം എന്ത് ചെയ്യാം? രഹസ്യമായിട്ട് കഴിക്കാം. ആരോടും പറയണ്ട. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ കംസനെ അറിയുള്ളൂ. അപ്പം ആരും അറിയാതെ രഹസ്യമായിട്ട് ചടങ്ങ് അങ്ങോട്ട് കഴിക്കുക. എന്നാൽ പിന്നെ ചടങ്ങ് കഴിഞ്ഞു എന്ന് പോയി അങ്ങനെ പേരിട്ടോന്ന് ഞങ്ങൾക്ക് സമാധാനമായി, ആരും അറിയൂല്ല. അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, യദൂനാം അഹമാചാര്യ ഖ്യാതശ്ച ഭുവി സർവത സുതം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീ സുതം. അതാണ് അങ്ങയുടെ പുത്രൻ
പുത്രന്മാര് ദേവകീപുത്രന്മാരാണോ എന്ന് സംശയിക്കാതിരിക്കാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരി എന്നാ പേരിടുക എന്നും പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ആ വെളുത്ത ഉണ്ണിയുടെ രോഹിണീപുത്രന്റെ അടുത്തേക്ക് ചെന്നു. രോഹിണീപുത്രന്റെ അടുത്തേക്ക് ചെന്നപ്പം ആ കുമാരന്റെ മഹിമ കണ്ടിട്ട് പറഞ്ഞു, അയം ഹി രോഹിണീപുത്രോ രമയൻ സുഹൃദോ ഗുണൈഹി ആഖ്യാസ്യതേ രാമയിതി ബലാധിക്യാൽ ബലം വിതോ. അങ്ങയുടെ ഈ പുത്രൻ രോഹിണീപുത്രൻ രമയൻ സകലരെയും സന്തോഷിപ്പിക്കും, എല്ലാവരെയും രമിപ്പിക്കണവനായതുകൊണ്ട് ആ കുമാരന് രാമൻ എന്ന് ഞാൻ പേരിടുകയാണ്. മാത്രല്ല എന്താ പ്രത്യേകത? ബലാധിക്യാൽ ബലം വിതോ, വലിയ ശക്തനാവും. ഈ കുമാരൻ വലിയ ശക്തനായിട്ട് തീരും. അതുകൊണ്ട് അതിശക്തനായി തീര കാരണത്താൽ ഈ കുമാരൻ എന്ത് പേരും കൂടി ഉണ്ട്? ബലൻ എന്നൊരു പേരുണ്ട്. അപ്പൊ രാമൻ, ബലൻ, ബലരാമൻ, ബലഭദ്രൻ എന്നൊക്കെ വിളിക്കും. ഇതാണ് കഥ. അങ്ങനെ ഉണ്ണിക്ക് പേരിട്ടു. പിന്നെ എന്താ വെച്ചാൽ യാദവന്മാരൊക്കെ അങ്ങടും ഇങ്ങടും കംസനെ പേടിച്ച് ഓടിപ്പോയവരൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു വരും. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് യോജിപ്പിക്കും. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് യോജിപ്പിക്കണവനായതുകൊണ്ട് സംകരിഷണൻ എന്നും പേരുണ്ടാവും എന്നും പറഞ്ഞു. ഇങ്ങനെ മൂത്ത ഉണ്ണി രോഹിണീപുത്രന് പേരിട്ടതിൻ്റെ ശേഷം ആ കറുത്ത ഉണ്ണി ഉണ്ടല്ലോ, ചെറിയ ഉണ്ണി, അതിന് പേരിടാനായിട്ട് ഈ മഹർഷി അങ്ങോട്ട് ചെന്നപ്പം ഈ ഉണ്ണിയെ കണ്ടപ്പോൾ കണ്ണെടുക്കാനേ തോന്നണില്ല. എന്നിട്ട് പറയും ചെയ്തു, കൗതുകമുള്ള ഉണ്ണിയുടെ മഹിമ കണ്ടിട്ട് മഹർഷി പറഞ്ഞു, ആസൻ വർണ്ണാസ്ത്രയോഹ്യസ്യ. ഈ കുമാരന് പല ജാതി നിറങ്ങളാ, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് പല നിറങ്ങളുണ്ട്. ഇപ്പൊ കറുത്ത നിറത്തിൽ വരുകൊണ്ട് ഞാൻ കൃഷ്ണൻ എന്ന് പേരിടുക. മാത്രമല്ല ഇവൻ പണ്ട് വസുദേവരുടെ മകനായിട്ട് ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാസുദേവൻ എന്നും പേരുണ്ട്. തന്നെയല്ല ഈ കുമാരന് അനവധി പേരുണ്ട്, അനവധി രൂപമുണ്ട്. ഇതൊക്കെ എന്നെ പോലെയുള്ളവർക്ക് അറിയാം, നിങ്ങളെ പോലെയുള്ളവർക്ക് അറിയില്ല. ഇവൻ മഹാകേമനാവും, ശക്തനാവും, ലോകത്തിൻ്റെ രക്ഷകനാവും. മാത്രമല്ല ഇവൻ വിഷ്ണുവിനെ പോലെ, ആരെപ്പോലെ? വിഷ്ണുവിനെ പോലെ മഹാനായിട്ട് തീരുന്നും പറഞ്ഞു. അങ്ങനെ ലോകരക്ഷകനായ മഹാവിഷ്ണു ഭഗവാന്റെ സമ്പ്രദായം പോലെ മഹായോഗ്യനായിട്ട് തീരും എന്ന് പറഞ്ഞ സമയത്ത് ഇതൊക്കെ കേട്ടു. അപ്പോൾ പേരിടലൊക്കെ കഴിഞ്ഞു. ഗർഗമഹാമുനി പോവുകയും ചെയ്തു. ഗർഗമഹാമുനി പോയപ്പോഴാണ് കുട്ടികളാച്ച കുറേശ്ശെ ഇങ്ങനെ വളർന്നു വലുതായി വന്ന സമയത്ത് കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹ പാണിഭ്യാം രിംഗമാണൗ വിചഹ്രതോ. അതേ ഉണ്ടായത്. കുട്ടികളിങ്ങനെ പാണിഭ്യം ജാനുഭ്യാം സഹ പാണിഭ്യം. ജാനു വെച്ചാൽ കാൽമുട്ട, കാൽമുട്ടും കയ്യും കുത്തിയിട്ട് അങ്ങനെ മുട്ടിലഴയുക എന്ന് പറയില്ലേ, ആ മുട്ടിലഴയുന്ന പ്രായമൊക്കെ ആയി. പിന്നെ ഇപ്പം എന്തേ പറയണ്ടു, മുട്ടിലഴയിലൊക്കെ കുറേശ്ശേ ഉണ്ടായുള്ളൂ. വേഗം തന്നെ എണീട്ട് നടക്കലും ഓടലൊക്കെ ഉണ്ടായത്. അങ്ങനെ ഓടിയും ചാടിയും കളിച്ചും ചിരിച്ചും രസിച്ചും പാട്ടും പാടിയും അങ്ങനെ വികൃതി കാണിച്ച് അങ്ങനെ നടന്ന് തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യൈർവ്രജബാലകൈഃ സഹരാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയൻ മുദം. അതുണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഭഗവാൻ ബലഭദ്രസ്വാമി ഏട്ടൻ്റെ കൂടെ കൂടിയിട്ട് ഓടി ചാടി നടന്ന് ആ നന്ദഗോപഗ്രഹത്തിലെ ഗോപികമാർക്കും ഗോപന്മാർക്കും കണ്ണിൻ്റെ ആനന്ദമായിട്ട് തീർന്നു എന്നാ പറയുക. ഒന്നും പറയേണ്ട. ഗോപികമാർക്കാണെങ്കിലോ കൃഷ്ണസ്യ ഗോപ്യോ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാകില തന്മാതോ ഇതിഹോചു സമാഗതാഃ. ഗോപികമാർക്കൊന്നും ഭഗവാന്റെ ഈ കുട്ടിക്കളികൾ കണ്ടിട്ട് മതിയായില്ല. എന്തൊക്കെ ജാതി കളികളാന്നല്ലേ പറയണ്ട. ഒക്കെ പറയും ഇവിടെ. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസഞ്ജാതഃ സ സ്തേയം സ്വാദ്വത്യഥധിപയ കൽപ്പിതൈസ്തേയയോഗൈഃ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേന്നാപ്തി ഭണ്ഡം ഭിനത്തി ദിവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകാൻ. അതാണ് വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ. രാവിലെ നേരത്തെ എണീക്കും. എണീറ്റിട്ട് ആ തൊഴുത്തിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് കിടാങ്ങളുണ്ടല്ലോ, പശുക്കിടാങ്ങൾ, അതിനൊക്കെ അങ്ങോട്ട് കെട്ടഴിച്ച് വിടും. ഇതിനെ കെട്ടഴിച്ച് വിട്ട് അതൊക്കെ ഓടിപ്പോയി എന്ത് ചെയ്യും? പാലൊക്കെ നല്ലോണം കുടിച്ച് വയറൊക്കെ നിറച്ച് മുറ്റത്തേക്ക് ഓടി വരും. മുറ്റത്ത് വന്നാൽ ആ കിടാങ്ങളുടെ കൂടെ ഓടിയും ചാടിയും കുട്ടികളുടെ കൂടെ കൂട്ടിച്ചാട്ടി കളിക്കും. അപ്പോഴേക്ക് യശോദ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ആയിട്ട് പശുവിനെ കറക്കാൻ വന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി പാല് പശുവിൻ്റെ അകട്ടിലുണ്ടാവില്ലേ. ആരെ കുട്ടികളെയൊക്കെ കെട്ടഴിച്ച് വിട്ടതാ, കുട്ടികളെ കെട്ടഴിച്ച് വിട്ടതെന്ന് ചോദിച്ചാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളൊരു മട്ടം മാതിരി നുണയൊന്നും പറയില്ല. ആ മട്ട നിഷ്കളങ്കമായ മുഖഭാവം. അങ്ങനെ ഒന്നും പറയണ്ട. പാല്, വെണ്ണ, തൈര് ഇത്യാദി വസ്തുക്കൾ എവിടെ കണ്ടാലും എടുത്ത് കഴിക്കും. അങ്ങനെ ഗോപികമാർ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണത് കൂട്ടത്തിൻ്റെ ഇതൊക്കെ എടുത്ത് കഴിച്ച് വന്ന കാലത്ത് ഗോപികമാരിപ്പോൾ എന്ത് എടുത്ത് വെക്കുമ്പോൾ വെണ്ണയും പാലും തൈരും ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ഗോപികമാർ പറയും, കണ്ണനെ ഒന്ന് സൂക്ഷിച്ചോളൂ കിട്ടുമോ, കണ്ണനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ
ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്നും പറയും. അങ്ങനെ കണ്ണനെ ശ്രദ്ധിച്ചോളൂ, കണ്ണനെ ശ്രദ്ധിച്ചോളൂ എന്ന് ഗോപികമാര് പറഞ്ഞു തുടങ്ങി. കണ്ണനെ ശ്രദ്ധിക്കാൻ കുറേശ്ശെ തുടങ്ങിയപ്പോഴാണ് ഭഗവാന് മനസ്സിലായി ഗോപികമാർക്ക് കുറേശ്ശെ ശ്രദ്ധ എന്താണ് ഭഗവാന്റെ ആ മഹിമയിലേക്ക് ശ്രദ്ധ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആ ശ്രദ്ധയൊന്ന് ഉറപ്പിക്കാനായിട്ട് കുറേശ്ശെ എടുത്ത് കഴിക്കലും തുടങ്ങി. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ ഓടി വന്ന് ഗോപികമാൻ്റെയൊക്കെ കുടുംബത്തിൽ ചെന്ന് കലത്തിൽ കൈയിട്ടിട്ട് ഈ വെണ്ണയൊക്കെ എടുത്ത് കഴിക്കും. ഇനി വെണ്ണയൊന്നും കിട്ടിയില്ല വെച്ചാൽ കലം തല്ലി അങ്ങോട്ട് പൊട്ടിക്കുകയും ചെയ്യും. ആ ഗോപികമാരച്ചാൽ പാവങ്ങളാണ്, അവർക്കൊരു കലം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഈ യശോദയുടെ അടുത്ത് വന്നിട്ട് ഈ ഗോപികമാര് പറയും, യശോദമ്മേ കണ്ണനുണ്ണി എൻ്റെ കലം പൊട്ടിച്ചു എന്ന്. അപ്പോൾ യശോദ ചോദിച്ചു, എത്ര ഇടങ്ങഴി വെക്കണം കല നിൻ്റേത് പൊട്ടിച്ചത് ഗോപികയെ ചോദിച്ചു. ഗോപിക പറഞ്ഞു, എൻ്റേത് നാഴി അരി വെക്കണ കല പൊട്ടിച്ചതെന്ന്. അത് അങ്ങനെയാണോ ചോദിച്ചു. അങ്ങനെ നാഴി അരി വെക്കണ കലം പൊട്ടിച്ചതിന് യശോദ എന്ത് ചെയ്തു? സ്വർണത്തിൻ്റെ ഒരു വലിയ കലം, പത്തടങ്ങഴി അരി വെക്കുന്ന കല ആർക്ക് കൊടുത്തു? യശോദ കൊടുത്തു. അപ്പം യശോദ ഈ ഗോപികയ്ക്ക് ഇത്ര വലിയൊരു കലം സ്വർണത്തിൻ്റേത് കൊടുത്തപ്പം ഭഗവാന് സന്തോഷമായി. എന്താ കാരണം? ഈ ഗോപികമാരൊക്കെ പാവങ്ങളാണ്. അമ്മയുടെ കയ്യിലാണെങ്കിൽ നല്ലോണം ഉണ്ട്. ഇനിയും അമ്മ വെച്ചത് അങ്ങനെയൊന്നും അങ്ങോട്ട് കൊടുക്കാനില്ല, എന്നാലും എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. ഭഗവാൻ എന്ത് ചെയ്തു? നടന്ന് കാരണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും എന്ത് കിട്ടി? സന്തോഷമായി. ഇപ്പൊ ഗോപികമാർക്ക് ഇപ്പോൾ ഒരു പ്രാർത്ഥന എന്താ ചോദിച്ചാൽ, കണ്ണന്റെ കൈ കൊണ്ട് എൻ്റെ കല ഒന്ന് പൊട്ടിയാൽ മതിയായിരുന്നേ. എന്താ ഗുണം? അന്ന് അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗോപികമാര് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കണ്ണൻ്റെ കൈ കൊണ്ട് പൊട്ടണേ എന്നൊക്കെ. അങ്ങനെ വെറുതെ പൂച്ച തട്ടിയിട്ട് പൊട്ടിച്ച ഒരു ഗുണവുമില്ല. കണ്ണൻ്റെ കൈ കൊണ്ട് പൊട്ടിപ്പിടച്ചെന്ന് പറഞ്ഞാൽ അത് ഗുണമായിട്ട് തീരും. ഭഗവാൻ അച്ഛത് കണ്ട് മനസ്സിലാക്കി ചെയ്തു. അങ്ങനെ നടക്കണ കാലത്ത് മാത്രമല്ല, പാലും വെണ്ണയും തൈരൊക്കെ എവിടെയെങ്കിലും കണ്ടെടുത്ത് കഴിക്കും അന്ന് തന്നെ. അപ്പൊ യശോദയെ ഗോപികമാരൊക്കെ ഇപ്പൊ പാലും വെണ്ണയും തൈരും നിലത്ത് വെക്കാറില്ല. എന്താ കാരണം? വച്ചാൽ ഉണ്ടാവില്ല. അത് തന്നെയാണ്. ഇപ്പൊ ഈ ഉറി കെട്ടിയിട്ട് ഇപ്പൊ അതിന്റെ മുകളിൽ തൂക്കിയിട്ട് പതിവ്. അത് വലിയ കഷ്ടമായി. ഇവരൊക്കെ ഇങ്ങനെ വിദ്യ പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നീളവും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം അങ്ങനെ യശോദ ഈ പാലും വെണ്ണയും തൈരും ഒക്കെ കെട്ടി ഉറിയിലാക്കിയിട്ട്, ഉറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഉറിയിലാക്കിയിട്ട് ആ തട്ടുതിലാത്തിന്റെ വളയമ്പില് തൂക്കി അവിടെ ഇട്ട് എങ്ങോട്ടോ പോയതാ, തൊട്ടടുത്ത് അവിടേക്ക് എന്തോ പറയാൻ പോയതാ. ഭഗവാനാണെങ്കിൽ നോക്കി എന്ത് ചെയ്ത് ഇത്ര ഉയരത്തൊക്കെ കെട്ടി തൂക്കി, ഇങ്ങനെ മഹാപാപം ചെയ്യേണ്ട വല്ല കാര്യം നിലത്ത് എവിടെയെങ്കിലും വെച്ച് പോയാൽ പോരെ, അവനോനത് സൗകര്യമായിരുന്നു, എന്താ ചെയ്യുക? അപ്പോഴാണ് അവിടെ മറ്റേ ജാതി ഒരലുണ്ട്. ഒരല് പറഞ്ഞാൽ മനസ്സിലാവില്ല, പഴയ മരത്തിന്റെ ഒരലില്ല, ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ ആ മരത്തിന്റെ വലിയ ഒരല്. ആ ഒരല് കൊണ്ടുവന്ന് ഈ ഉറിയുടെ അടിയിൽ അവിടെ കൊണ്ടുവന്ന് കേട്ടു. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റൂളും കയറ്റി വെച്ചിട്ട് അതിന്റെ മുകളിൽ പറയും കമഴ്ത്തി 2 ആവണപ്പലക്കും കയറ്റി വെച്ചു. എന്നിട്ട് ആ ജനാലയുടെ കമ്പിയും പിടിച്ചിട്ട് അലമാരയുടെ വക്കമ്മ ചവിട്ടിയിട്ട് ഇതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. ഇതിങ്ങനെ ആടണുണ്ട്, അല്ലാത്ത ജാതി ആട്ടാണ്. അതിന്റെ മുകളിലേക്കൊക്കെ എങ്ങനെയൊക്കെ കയറിയിട്ട് ഒന്നിങ്ങനെ പൊങ്ങി നോക്കിയപ്പം നോക്കൂ, ആ ഉറിയുടെ വാലുമ്പിലേക്ക് എത്താൻ ഇത്രയും കൂടി ഇനിയും വേണം നീളം. ഇനിയിപ്പോൾ രണ്ടാമത് ഇറങ്ങിയൊരു പലകയും കൂടി കയറ്റി വെച്ച് വീണ്ടും കയറുമ്പോഴേക്ക് എന്താവും? ഒക്കെ കൂടി ഉരുണ്ട് മറിഞ്ഞ് വീഴും. പിന്നെയും ബുദ്ധിമുട്ടൊക്കെ ഇറങ്ങി കയറല്ലേ. അപ്പം ആ നിന്ന നിപ്പിന് ഒന്നങ്ങോട്ട് കാലിൻ്റെ തള്ളവിരലിൻ്റെ മുകളിൽ ഊന്നിയിട്ടൊന്നങ്ങോട്ട് പൊങ്ങിയപ്പോൾ ഉറിയുടെ വാലുമിൽ കുറേശ്ശെ പിടുത്തം കിട്ടിച്ചാലും ഒരലും ഈ സ്റ്റൂളും പലകയും പറയൊക്കെ ഉണ്ടല്ലോ, അവരുടെ തോന്നിയ മാതിരി തോന്നി കിൽക്കി പോവുകയും ചെയ്തു. ഇപ്പം എന്താ? അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് ഈ ഉറിയിമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. പക്ഷെ വിഷമമൊന്നും തോന്നിയില്ല, വലത്തെ കൈ കലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട്. അങ്ങനെ കലമൊക്കെ വൃത്തിയായപ്പോഴാണ് തൂങ്ങി കിടക്കണതിൻ്റെ വിഷമം മനസ്സിലായി. ഇതിന് ഇറങ്ങാൻ എന്ത് ചെയ്യും? അമ്മ വന്നാൽ തന്നെ നിവൃത്തിയുള്ളൂ. അമ്മോട് ഇപ്പോൾ പറഞ്ഞ് ഇറക്കിയാൽ എന്തുണ്ടാവും? പിന്നെ തന്നെ അടിച്ചവിടെ കയറ്റും ചെയ്യും. അതും ബുദ്ധിമുട്ട്. എന്താ വേണ്ടോ നിശ്ചലായിട്ട് അങ്ങനെ നിന്ന്. അപ്പോൾ യശോദ തിരിച്ചു വന്നിട്ട് ഉണ്ണിയെ എന്നൊക്കെ വിളിച്ചു. ഉണ്ണി മിണ്ടിയില്ല. മിണ്ടിയേക്കാണ് എന്താ പറഞ്ഞ് നിൽക്കണത്. അമ്മ വരുമ്പോഴേക്കൊക്കെ തരാക്കി കയ്യും കഴുകി അമ്മയുടെ മുണ്ടിൻ്റെ വക്കിൽ തുടച്ച് മിണ്ടാണ്ടിരിക്കുക എന്ന് വിചാരിച്ചതാണ്. കാര്യം നടന്നില്ല. ഒക്കെ വിചാരിച്ച മാതിരി നടന്നില്ല. അപ്പോൾ യശോദ വന്ന് ഉണ്ണിയെ എന്നൊക്കെ വിളിച്ചു. കണ്ട് കുറേ നേരമായി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ട് ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ എന്തായാലും അമ്മയിലേണ്ട പറ്റില്ല എന്ന് കണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ ഇവിടെ ഉണ്ടേ എന്നും പറഞ്ഞു. അയ്യോ ഉണ്ണിയെ എങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിപ്പെട്ടു ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മ എത്തിയതെന്നും പറഞ്ഞു. പിടിച്ചിറക്കി. എന്തിനാ ഉണ്ണി ഇവിടേക്ക് കയറിയത് ചോദിച്ചു. ഒന്നുമില്ല, അമ്മ അതൊക്കെ ഇവിടെ സൂക്ഷിച്ച് പോയിട്ട് ആരുണ്ട് ഇതൊക്കെ നോക്കാൻ. ഉണ്ണി നോക്കിയോ ചോദിച്ചു. ഞാൻ നല്ലോണം നോക്കിയെന്നും പറഞ്ഞു. അങ്ങനെ യശോദയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ തൂക്കിയിട്ടാലും ഇപ്പോൾ ഇത് എന്താവില്ല, നേരെയാവില്ല, അവിടെ ഇപ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരലൊക്കെ എടുത്ത് മുറ്റത്തേക്ക് മാറ്റി. ഇതിവിടെ ഇട്ടാൽ അത് സുരക്ഷയ്ക്ക് ഭീഷണിയാണേ. അങ്ങനെ അതുണ്ടായി. പിന്നെ ഇപ്പം എന്താ ഇപ്പോൾ പറയണ്ടു? നമുക്ക് വികൃതി തന്നെയാണ്. വികൃതി ഓട് ചാട് കളിക്കുക, ചളിയിലെ കുത്തി മറയുക, ലഹളയെന്നും പറയേണ്ട കുറേ കുട്ടികളുണ്ട്. ഗോപാലബാലന്മാർ രാമേട്ടനും ഉണ്ട്. അങ്ങനെ ഏട്ടനെ നീനും മറ്റുള്ള കുട്ടികളും കൂടി കൂടിയിട്ടാ കളികൾ. അക്കാലത്ത് എന്തുണ്ടായി ചോദിച്ചാൽ, ഒരു ദിവസം യശോദ ഉണ്ണിയോളെ രണ്ടിനെയും കുളിപ്പിച്ചു. രാവിലെ നേരത്തെ തന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. പട്ടൊക്കെ ചുറ്റി ഒടിപ്പിച്ചു, ഗോപിക്കുറിയൊക്കെ തൊടിയിച്ചു, മുടിയൊക്കെ നന്നായി കെട്ടി നടുക്കൊരു പീലിയും തിരികി ഗംഭീരയൊക്കെ വേണ്ട മാതിരി അലങ്കരിച്ച വടക്കേ തളത്തിൽ അവിടെ ഇരുത്തിയിട്ട് യശോദ അടുക്കളയ്ക്ക് പോയിട്ട് ചോറൊക്കെ എടുത്ത് കുഴച്ചു, ഉപ്പേരിയൊക്കെ കൂട്ടി കുഴച്ചു, നല്ലോണം തൈരൊക്കെ കൂട്ടി ഒപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഉണ്ണിയോളെ എന്ന് നിങ്ങൾ വന്ന സമയത്ത് രണ്ടിനെയും കാണാനില്ല.
ഇപ്പം ഇപ്പൊ കുളിപ്പിച്ചിരുത്തിയ പൊട്ട കുളിപ്പിച്ച് പോയതാ, കാണാനില്ല. യശോദ എങ്ങനെ അകത്തെ ഇല്ല, അകത്തൊക്കെ നോക്കി, അകത്ത് വരാന്തയിലും നടുമിറ്റത്തൊന്നും ഇല്ല, പുറത്തെ വരാന്തയിലും ഇല്ല, പുറത്തെ മിറ്റത്തും ഇല്ല, എല്ലാ ഇക്കിലും നോക്കി ഒരു ഇക്കിലും ഇല്ല. എവിടേക്കാ പോയി ഉറക്കം വിളിച്ചിട്ട് മിണ്ടണമില്ല. അങ്ങനെ നോക്കിയപ്പോൾ യശോദ ഇങ്ങനെ നോക്കുമ്പോഴാണ് അയ്യോ എന്താ മിണ്ടണത് കേൾക്കാനില്ലല്ലോ. നോക്കുമ്പോൾ അതാ വടക്കേ പറമ്പിൽ ആ കല്ല് വിട്ട് കുഴിയുടെ അപ്പുറത്ത് ആ മണ്ണൊക്കെ ഇങ്ങനെ ചൊക്കച്ചൊക്കന്നതിനുള്ള ചോര പോലത്തെ മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി വെച്ച് കുഴി കുഴിച്ച് അതിൽ ചിരട്ട കൊണ്ട് വെള്ളം കോരി ഒഴിച്ച് കലക്കി കുഴന്ന് കലക്കിയിട്ട് ചിരട്ട കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഉണ്ണി ചിരട്ട കൊണ്ട് കോരിയിട്ട് ഏട്ടൻ്റെ തലയിൽ ചാന്താട്ടം, ഏട്ടൻ ചിരട്ട കൊണ്ട് കോരിയിട്ട് ഉണ്ണിയുടെ തലയിൽ ചാന്താട്ടം, ഉണ്ണിയുടെ ചുണ്ടിൻ്റെ മുകളിൽ കൂടി ഇതിങ്ങനെ ഒലിച്ചു വരുന്ന സമയത്ത് ഭൂ പറഞ്ഞ് ഇങ്ങനെ തെറിപ്പിക്കുക. ഒന്നും പറയണ്ട. യശോദയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യം എങ്ങനെയപ്പോൾ വന്നു ചോദിച്ചപ്പോൾ കുളിപ്പിച്ച് നല്ലത് ഉടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ ചേറിൽ കുളിക്കുന്നത്. യശോദയാണ് ഈ ദേഷ്യം സഹിക്കുക വയ്യാണ്ട പറയുകയും ചെയ്തു. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ പൂർവ്വജന്മത്തിൽ പന്നിയായിരുന്നു എന്നാ തോന്നണത് എന്നും പറഞ്ഞു. അതാര് കേട്ടു? കേട്ടപ്പോൾ നോക്കി അമ്മയ്ക്ക് കുറേശ്ശെ വിവരമൊക്കെ വന്നു തുടങ്ങി. എന്ത് വിവരം? ഇത് പൂർവ്വജന്മത്തില് പന്നിയും ആയിരുന്നുല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ആ പന്നിയാണ് ഇതെന്ന്. അമ്മ പറഞ്ഞ പന്നി വേറെ പന്നിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായി. ആ കാലത്ത് ഒരു ദിവസം ഈ നന്ദഗോപഗ്രഹത്തിൻ്റെ ആ ഭാഗത്ത്, തെക്കേ ഭാഗത്തെ മുറ്റത്ത് ഒരു ഞാവൽ മരം ഉണ്ട്. ഞാവൽ മരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാവൽ പഴം ഉണ്ടാവുന്ന മരം, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ മരാണ്. കുട്ടികളെല്ലാവരും കൂടി, ഗോപാലബാലന്മാരെല്ലാവരും മരത്തിൻ്റെ മുകളിൽ കയറി പഴം ഇങ്ങനെ കുലുക്കി വീഴ്ത്താൻ തുടങ്ങി. കണ്ണനുണ്ണി മാത്രം കയറിയില്ല. അപ്പോൾ ഗോപാലബാലന്മാർ ചോദിച്ചു, കണ്ണാ കയറണില്ലേ, കണ്ണാ കയറണില്ലേ ചോദിച്ചു. കണ്ണൻ പറഞ്ഞു കയറണില്ല. അതെന്താ കണ്ണാ കയറാത്തത് ചോദിച്ചു. ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. അപ്പൊ കുട്ടികൾ വിചാരിച്ചത് മരത്തിന്റെ മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടാണെന്നാണ് വിചാരിച്ചത്. ഉണ്ണി പറഞ്ഞ ബുദ്ധിമുട്ട് അതല്ല, കയറി കുലുക്കണോന് പെറുക്കി കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അത് അവർക്ക് മനസ്സിലായി. കുലുക്കണോന് പെറുക്കി കഴിക്കാൻ പറ്റില്ല, താഴെ നിൽക്കണോനല്ലേ പറ്റുള്ളൂ. അതാണ് കയറിയത് പെറുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് താഴെ നിന്നു. കുട്ടികൾ എന്ത് ചെയ്തു? ഇങ്ങനെ കുലുക്കി ഇവിടെ പഴുത്ത പഴങ്ങളൊക്കെ വീഴാൻ തുടങ്ങി. പഴുത്ത പഴങ്ങളൊക്കെ കണ്ണനുണ്ണി നിന്ന് പെറുക്കി കഴിക്കാനും തുടങ്ങി. അവർക്കത് ഇഷ്ടമായില്ല. മരത്തിന്റെ മുകളിൽ കുലുക്കണവർക്ക് ഇഷ്ടമായില്ല. അപ്പൊ അവർ കണ്ണാ പഴുത്തത് മുഴുവനും കഴിക്കരുതിട്ടോ. ഞാൻ അങ്ങനെ മുഴുവനൊന്നും കഴിച്ചില്ല, പഴുത്തത് നോക്കി മാത്രമേ കഴിച്ചുള്ളൂ, പച്ചയൊക്കെ ഇവിടെ ഉണ്ട്, വന്നിരുന്ന് കഴിച്ചോളൂ എന്നും പറഞ്ഞു. ഞാവൽപ്പഴത്തിന്, പഴുത്ത പഴത്തിന് തന്നെ എന്തുണ്ടാവും? ഒരു പ്രത്യേക ഒരു ചവർപ്പിൻ്റെ ഒരു കറയുടെ മാതിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പച്ചപ്പഴത്തിന് എന്തൊക്കെ ജാതി കറയുണ്ടാവും. അപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല. അവരെല്ലാവരും കൂടി മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു യശോദമ്മയുടെ അടുത്തേക്ക് ചെന്നു. യശോദമ്മോട് പറഞ്ഞു. എന്നിട്ട് അമ്മേ യശോദമ്മേ എന്താ ഉണ്ണിയോളെ, നോക്കൂ കണ്ണനുണ്ണി ഇന്ന് മണ്ണ് തിന്നു എന്ന് പറഞ്ഞ ഇടണം കിട്ടൂലോ എന്നാല്. അപ്പോൾ യശോദ എന്ത് ചെയ്തു? കണ്ണാ മണ്ണ് തിന്നു ചോദിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാൻ മണ്ണാകട്ടെ എന്ന് തിന്നിട്ടില്ല അമ്മയെന്നും പറഞ്ഞു. എൻ്റെ ചേട്ടനോട് ചോദിച്ചു നോക്കൂ. ആരോട്? രാമേട്ടനോട്. അത്ര ധൈര്യമായിട്ട് ഏട്ടനോട് ചോദിച്ചു നോക്കുമെന്ന് പറയാൻ കാരണം, എന്ത് കള്ളത്തരം ചെയ്താലും കള്ളസാക്ഷി ആരാന്നറിയൂ? വലിയേട്ടനാണ് എല്ലാവരും കള്ളസാക്ഷി. അപ്പം അതുകൊണ്ട് ഏട്ടനെ അമ്മയ്ക്ക് വലിയ വിശ്വാസമാണ്. എന്താ കാരണം? ഉണ്ണി മിടുക്കനാണെന്നാണ്. രാമനുണ്ണി വലിയ മിടുക്കൻ. അപ്പം അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കും. അങ്ങനെ ഏട്ടനെ പാട്ടി പിടിച്ച് അങ്ങനെ കൊണ്ട് നടക്കും എന്തിനും. അങ്ങനെ ഏട്ടനാണെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്യാറും ഇല്ല. അപ്പം അതുകൊണ്ട് അമ്മേ ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല, മണ്ണ് തിന്നു വെച്ചാൽ ഏട്ടനോട് വിശ്വസിക്കോ എന്നും പറഞ്ഞു. അപ്പം യശോദ ചോദിച്ചു, രാമ ഉണ്ണിയെ എന്താമ്മേ കണ്ണൻ മണ്ണ് തിന്നുവോ ചോദിച്ചു. കണ്ണൻ മണ്ണ് തിന്നുവെന്നോ? കുഴച്ച് ഉരുട്ടിയിട്ടാ തിന്നതെന്നും പറഞ്ഞു. സാക്ഷി കൂറുമാറിയ കേസ് എങ്ങനെയാ വിധി വരിക? അതൊന്നും പറയാൻ പറ്റില്ല. വിചാരിച്ച മാതിരില്ലേ, വിപരീതാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, ഉണ്ണി നീ മണ്ണ് തിന്നൂല്ലേ? രാമൻ പറയണ്ടല്ലോ നീ മണ്ണ് തിന്നൂന്ന്. അപ്പം അത് കേട്ടപ്പം ഭഗവാൻ പറഞ്ഞു, നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിന. ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല, പറ്റുള്ളൊക്കെ നോണ പറയണെന്ന്. അത് സർവേ എന്ന് പറഞ്ഞാൽ ഏട്ടനും പെടുതില്ലേ. സർവേ മിഥ്യാഭിശംസിന യതി സത്യഗിരസ്തരിഹി സമക്ഷം പശ്യമേ മുഖം. ഇപ്പം ഇവർ പറഞ്ഞത് നേരാണെങ്കിൽ, ഇവർ പറഞ്ഞത് സത്യമാണെങ്കിൽ വായിലേക്ക് നോക്കൂ. മണ്ണ് തിന്നു വെച്ചാൽ വായിൽ കാണില്ലേ, വായിലേക്ക് നോക്കൂ എന്നും പറഞ്ഞു. അപ്പം യശോദ പറഞ്ഞു, തുറക്കൂ വായ തുറക്കൂ എന്നാണ്. നമ്മൾ ഈ വടി കൊടുത്ത് മറ്റേത് വാങ്ങില്ലേ? അതന്നെ, അങ്ങോട്ട് കൊടുത്തിട്ടാണല്ലോ വാങ്ങുക. അപ്പോൾ വടി കൊടുത്ത് വാങ്ങാൻ പോവുകയാണ്. തുറക്കൂ എന്നും പറഞ്ഞു. ആദ്യം വേണ്ട വിചാരിച്ചു. പിന്നെ ഭഗവാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. യശോദ ആ വായയിലേക്ക് നോക്കിയത് മണ്ണ് തിന്നോന്നറിയാൻ, മണ്ണുണ്ടോയെന്ന് അറിയാനാണ് നോക്കിയത്. പക്ഷേ യശോദ വായയിൽ മണ്ണല്ല, മണ്ണും വിണ്ണും ഒക്കെ കണ്ടു. എങ്ങനെ? സാ തത്ര ദൃശേ വിശ്വം ജഗൽസ്ഥാസ്നു ചഖം ദിശ
സാദ്രിദ്വീപാബ്ധിഭൂഗോളം സവായുഗ്നീന്ദുതാരകം. 14 ലോകങ്ങൾ, ഭൂലോകം, ഭൂർലോകം, സർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, കിഴക്കിഴപ്പട്ട് അതലം വിതലം സുതലം തലാതലം രസാതലം മഹാതലം പാതാളം, എന്തെല്ലാം നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി എല്ലാം അതിൽ കണ്ടു. ഇതിങ്ങനെ കണ്ട സമയത്ത് യശോദാദേവി ഇങ്ങനെ ചിന്തിച്ചു, ഏതദ്വിചിത്രം, ഇതത്ഭുതമാണല്ലോ കണ്ടത്. ഏതദ്വിചിത്രം സഹജീവകാല സ്വഭാവ കർമാശയലിംഗഭേദം സൂനോസ്തനൗ വീക്ഷ്യ വിതാരിദാസ്യേ വ്രജം സഹാത്മാനമവാപശങ്കാം. യശോദ നിരീക്ഷ, അയ്യോ എന്താ അത്, എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉണ്ണിയുടെ ദേഹത്താ കാണുന്നതേ. കിം സ്വപ്ന ഏതതുതദേവമായ കിം വാമദീയോ ബത ബുദ്ധിമോഹ അഥോ അമുഷ്യൈവ മമാർഭകസ്യ യഃ കശ്ചന ഉത്പത്തിക ആത്മയോഗ. കാണുന്നത് സ്വപ്നം കാണുകയാണോ, മായ കാണുകയാണോ, ഇന്ദ്രജാലം കാണുകയാണോ, ഇനി അതല്ല എൻ്റെ മകൻ്റെ മഹിമയാണോ കാണണത് എന്ന് യശോദ അങ്ങനെ ചിന്തിച്ച യശോദ ഒരു തീരുമാനത്തിലെത്തി. എന്താ തീരുമാനത്തിലെത്തിയത്? ആ തീരുമാനമാണ് കേമായ തീരുമാനം. യശോദ പറഞ്ഞു, അഹം മമാസൗ പതിരേഷമേ സുതോ വ്രജേശ്വരസ്യാഖില വിത്തപാസതി ഗോപ്യശ്ച ഗോപാസഹ ഗോധനാശ്ച മേ യന്മായേത്ഥം കുമതി സമേ ഗതി. ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണോ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ ഞാൻ എൻ്റെ എന്നുള്ള ആ മൂഢബുദ്ധി ഏതൊരു ഭഗവൻ മായ കൊണ്ടാണോ ഉണ്ടായത്, ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ എനിക്ക് ആശ്രയം എന്നും പറഞ്ഞ് ആ ഭഗവാന്റെ കാൽക്കല്, ഉണ്ണിയായിട്ടിരിക്കണ ഭഗവാന്റെ കാൽക്കല് യശോദാദേവി ആദ്യമായിട്ട് നമസ്കരിച്ചു. തൻ്റെ പുത്രൻ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യശോദാദേവി ആദ്യമായിട്ട് നമസ്കരിക്കുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടോ? ഈ വിശ്വരൂപ ദർശനത്തിലാണ്. അങ്ങനെ അവളാച്ചാൽ ഭഗവാനാകെ എന്താ വെച്ചാൽ അമ്മ മനസ്സിലാക്കിയ കാര്യം എന്ത്, താൻ ഭഗവാനാണ്, ഈശ്വരപുരുഷനാണെന്ന് അമ്മ ധരിച്ചില്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ ധരിച്ചാൽ ഇനി ഒരു സംഗതി ഇവിടെ നടക്കില്ല. എപ്പോഴും അമ്മ തൊഴാനും നമസ്കരിക്കാനായിട്ട് ഇരിക്കും. അപ്പം അത് കണ്ടപ്പോൾ എന്തേ ചെയ്തു വെച്ചാൽ അമ്മയെ ഒന്നങ്ങോട്ട് ആ മായയിൽ പെടുത്താനായിട്ട് ഭഗവാൻ ഇത്തം വിദിത തത്വായാം ഗോപികായാം സ ഈശ്വര വൈഷ്ണവീം വ്യതനോന്മായാം പുത്രസ്നേഹമയീം വിഭോ. ഭഗവാൻ എന്തേ ചെയ്തു? അമ്മ കണ്ടൂല. അപ്പം തൻ്റെ വിശ്വരൂപം കണ്ടു, തൻ്റെ ഈശ്വര പ്രഭാവം കണ്ട് മനസ്സിലാക്കിയില്ലേ. അപ്പം അത് കണ്ട് ഭഗവാൻ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ അടുത്തേക്ക് ഓട്ടി അങ്ങോട്ട് ചെന്നിട്ട് ആ അമ്മയുടെ വേഷ്ടിത്തല ഇങ്ങോട്ട് പിടിച്ച് ചിറ്റിയിട്ട്, അമ്മേ വിശക്കണോ വിശക്കണോ വിശക്കണോ. അപ്പം യശോദയ്ക്ക് തോന്നി, അല്ല ഉണ്ണിന്യ എന്തല്ല ഇതുവരെ ജഗദീശ്വരനാന്ന് തോന്നിയത് പുണ്യന്നെയാണെന്ന് അങ്ങോട്ട് മായയിൽ പെടുത്തി. പുത്രസ്നേഹമയീ മായ. എന്ത് മായ? പുത്രസ്നേഹ മഹാമായയിൽ പെടുത്തി. ഇല്ലൊരു സംഗതി നടക്കില്ലേ. അങ്ങനെയാ ഉണ്ടായത്. എന്താ അപ്പൊ ശ്രീശുകർ പറയും ചെയ്തു, എൻ്റെ പരീക്ഷത്തെ എന്താ പറയല്ലേ, ഇതൊക്കെയാ ഉണ്ടായത്. ത്രയ്യാച ഉപനിഷദ്ഭിശ്ച സാഖ്യയോഗൈശ്ച സത്വതൈഹി ഉപഗീയമാനമാഹാത്മ്യം ഹരിംസാ അമന്യത ആത്മജം. നോക്കൂ, വേദവേദാന്തങ്ങളെ കൊണ്ട് യോഗീശ്വരന്മാരെ ഹഠയോഗാദി യോഗസാധന ചെയ്തിട്ട് ഏതൊരു ഭഗവാനെയാണോ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാനായിട്ട് ബുദ്ധിമുട്ടണത്, ആ ബുദ്ധിമുട്ടി കണ്ടുപിടിക്കാൻ പാടുപെടുന്നു മഹർഷിമാര് എന്നിരിക്കെ യശോദ ആ ഭഗവാനെ എന്ത് ചെയ്തു? തൻ്റെ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് വിറ്റത്ത് കൊണ്ട് നടന്നു എന്ന്. ആരെ? ആ ഉപനിഷത് മാഹാത്മ്യസ്വരൂപനായ ഭഗവാനെ. എന്താ അല്ലേ കഥ. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഇതൊക്കെ കേട്ടപ്പോൾ പരീക്ഷത്തിന് അങ്ങോട്ട് സഹിച്ചില്ല. അത്ഭുതേ. പരീക്ഷത്ത് ചോദിച്ചു, ഒരു നാഥ, ഈ യശോദമ്മയും നന്ദഗോപരും ഒക്കെ എന്ത് പുണ്യം ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം ഇതൊക്കെ? ഇത് ചില്ലറ പുണ്യൊന്നും പോരല്ലോ. അപ്പം ഇതിന് എന്തോ ഒരു വലിയ മഹിമയുള്ള പുണ്യം ചെയ്തിരിക്കണോ അവര്. എന്ത് പുണ്യം ചെയ്തിട്ടാ ഭഗവാന്റെ ഈ മഹാലീല ഇങ്ങനെ കണ്ണുകൊണ്ട് കാണണത് ചോദിച്ചു. ശ്രീശുകര് പറഞ്ഞു, പരീക്ഷത്തെ ഇതൊന്നും നമ്മുടെ കണക്കാക്കിയ കണക്കാവില്ല. എന്താ വെച്ചിട്ടുണ്ടോ, പണ്ട് ദ്രോണരധര എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ദ്രോണര പറഞ്ഞ ഭാരതത്തിലെ ദ്രോണരല്ല കേട്ടോ, വേറെ ഒരാള്. ഒരു ദ്രോണരധര എന്നും പറഞ്ഞിട്ട് ഒരു ദമ്പതിമാര്. ഇവർ രണ്ടുപേരും പണ്ട് ഭഗവാനെ നല്ലോണം ഭജിച്ച് തപസ് ചെയ്തു. ഇവർ ഭഗവാനെ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വന്നിട്ട് ചോദിച്ചു, പ്രത്യക്ഷമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മോക്ഷം തരട്ടെ എന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞ ജാതി ഞങ്ങൾക്കൊന്നും വേണ്ട, മോക്ഷമൊന്നും ഞങ്ങൾക്ക് വേണ്ട, പിന്നെ എന്താ വേണ്ടത്? പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവല്ലീലകള്, ഭഗവാന്റെ ലീലകള്
ധാരാളം ഇങ്ങനെ കാണണം. അതിങ്ങനെ കാണണം, ഒന്നും രണ്ടൊന്നുമല്ല, കുറെ കാണണം എന്നും പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആരനുഗ്രഹിച്ചു? ഭഗവാൻ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം വാങ്ങിപ്പോന്ന ദ്രോണരും ധരയാണ് നന്ദഗോപരും യശോദയായിട്ട് ഈ നന്ദഗോപഗ്രഹത്തിൽ വന്ന് ജനിച്ചതേ. അതുകൊണ്ടാണ് അവർക്ക് എന്ത് കാണാൻ സാധിച്ചത്? ഈ ഭഗവാന്റെ മഹിമ കാണാൻ സാധിച്ചതേ. അയ്യച്ച കാണാൻ പറ്റില്ല. എന്താ കാരണം? നോക്കൂ, ഭഗവാനെ വാസ്തവത്തിൽ പ്രസവിച്ചതാരാണ്? ദേവകി അമ്മയാണ്, ദേവകി ദേവി അമ്മയാണേ. പക്ഷെ ആ അമ്മ ഇത് വല്ലതും കണ്ടുവോ? ഈ പറഞ്ഞ ലീലകളൊന്നും കണ്ടില്ല. എന്തേ കണ്ടുള്ളൂ? ആ തമദ്ഭുതം ബാലകനെ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ യശോദയാണെങ്കിൽ തമദ്ഭുതം ബാലകനെ കണ്ടതും ഇല്ല, അല്ലാത്ത ലീലകളൊക്കെ കാണുകയും ചെയ്തു. ഇത് വ്യത്യാസം നോക്കൂ. ഇതാണ് കഥ. അങ്ങനെയൊക്കെ ഉണ്ടായി. അക്കാലത്ത് ഒരിക്കൽ എന്താ ഉണ്ടായി? യശോദ രാവിലെ എണീട്ട് ഏകദാ ഗൃഹദാസീഷോ യശോദാ നന്ദഗേഹിനി കർമാം ധരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. അങ്ങനെ ഉണ്ടായത്. യശോദ രാവിലെ എണീട്ട് കുളിയും ദേവാരൊക്കെ കഴിഞ്ഞു വന്നിരുന്ന അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞു, റൂട്ടൊക്കെ അത്യാവശ്യമൊക്കെ കഴിച്ചു. പിന്നെയുള്ള പണികളൊക്കെ പണിക്കാരത്തിയോളം ഏൽപ്പിച്ചു. എന്നിട്ട് ആ തൈരിന്റെ കാലമായിട്ട് ആ വടക്കേ തളത്തിൽ വന്ന് ആ തൂണിന്റെ ചോട്ടിൽ അവിടെ ഇരുന്നു. ആ തൂണുമ്പിൽ അങ്ങനെ ചുറ്റിപ്പിടിച്ച കാലം നീട്ടിയിരുന്ന് എന്ത് ചെയ്തു? തൈര് ഇങ്ങനെ കടയാൻ പുറപ്പെട്ടു. അപ്പൊ ഈ തൈര് കടയാനിരുന്ന് ഇങ്ങനെ പുറപ്പെട്ട സമയത്ത് യശോദയുടെ ഉള്ളൊരു ഒറ്റ വിചാരയുള്ളൂ, ഇന്നലെ വായേ കണ്ട മഹിമ, ഇന്നലെ ഉണ്ണിയുടെ വായേ കണ്ട അത് ചിന്തിച്ചിട്ടും ഒരു രൂപം കിട്ടാണ്ട് അത്ഭുതത്തോടെ എപ്പോഴും ഇപ്പം തന്നെയാ ചിന്ത. യശോദ ആ ചിന്തയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്താണ് ഉണ്ണിയായിരിക്കണ ഭഗവാനാണെങ്കിലോ ആ മുറ്റത്താണെങ്കിൽ ഇന്നലെ വൈകുന്നേരം മഴ പെയ്തതിൻ്റെ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കണ്ടേ, കുറച്ച് വെള്ളം അവിടെ ഉണ്ട്. ആ വെള്ളത്തിൽ ഇങ്ങനെ ചാടി കുറേ നേരം ചാടിയപ്പം ഈ വെള്ളം ഇങ്ങനെ ചളിയും കൂടി കുഴഞ്ഞ് കുഴാന്ന് കുഴമ്പാവുമല്ലോ. ചാടി അതിങ്ങോട്ട് കുഴമ്പാക്കിയിട്ട് എന്തേ ചെയ്തു വെച്ചാൽ ആ ചളിയുടെ കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് നിന്നിട്ട് ആ പുറത്തേക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ആ ചളിയിലേക്ക് ഇടത്തെ കാലം കൊണ്ട് ഒരൊറ്റ ചാടുമ്പോൾ വെള്ളം അങ്ങോട്ട് തെറിച്ച് ചളി കുഴമ്പ് തെറിച്ച് പൊന്തുമല്ലോ. ആ പൊങ്ങി വരുന്ന ചളിക്ക് മറ്റേ കാലം കൊണ്ട് ഒരു അടി അങ്ങോട്ട് കൊടുത്തത് ആ ചുമരുമ്പിലൊക്കെ അങ്ങനെ ചിത്രകാരൻ പോലും അത്ര ഭംഗിയിൽ വരയ്ക്കില്ല. ഇങ്ങനെ സകലം വെളുത്ത കുമ്മായം തേച്ച ചുമരുമ്പിലൊക്കെ അങ്ങോട്ട് പരത്തി ആകെ അപ്പം ചേറി കുളിച്ച് പാടത്ത് പണി കഴിഞ്ഞ് വരണ മാതിരി ഉണ്ടാരെ കണ്ടാല് ഉണ്ണിയിരിക്കണ ഭഗവാൻ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇങ്ങനെ കാലും നീട്ടിയിരുന്ന തൈര് കടയുന്നത് കണ്ടത്. അപ്പൊ ഒരു സൗകര്യം തോന്നി, ഓടിച്ചെന്ന് ആ മടിയിൽ അങ്ങോട്ട് കയറിയിരുന്നു. ഇതാണെങ്കിൽ ചേറിൽ കുളിച്ചിട്ടാ വരുന്നത്. യശോദയാണെങ്കിൽ രാവിലെ കുളിയും കഴിഞ്ഞ് നല്ല വെളുത്തത് അലക്കിയതെടുത്ത് ചുറ്റിയിട്ടാണ് ഇരിക്കണത്. അവിടേക്ക് അപ്പൊ കയറിയിരുന്നു. ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നോട്ടെ. യശോദയുടെ ചിന്ത അപ്പോഴും ഇന്നലെ വായയിലെ കണ്ട കഥയാണ്. യശോദ ഇങ്ങനെ തൈര് കടഞ്ഞ് ആ കഥ ഇങ്ങനെ ചിന്തിച്ച് ആ ഭഗവത് ധ്യാനത്തിൽ ലയിച്ചിരിക്കേ. എന്താണ്ടായിച്ചാൽ ഭഗവാനാണെങ്കിൽ അമ്മയുടെ മടിയിൽ അങ്ങനെ രസിച്ച് അങ്ങനെ ഇരിക്കണമുണ്ട്. വലിയ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അടുക്കളയിൽ നിന്നൊരു കരിഞ്ഞു പുകഞ്ഞൊരു മണം, ഒരു ശബ്ദം. പാലിന്റെ കാല അടുപ്പത്ത് വെച്ചിട്ടാ പോകുന്നത്. അത് മറന്നു, അത് നിറഞ്ഞ് കവിഞ്ഞ് തൂവി അടുപ്പിലേക്ക് കവിഞ്ഞിട്ട് കരിഞ്ഞ് മണക്കുകയാണേ. യശോദ ഉണ്ണേ ഇവിടെ ഇരിക്കും, അമ്മ ഏതാ വരണമെന്നൊന്നും ഉണ്ണിയായിരിക്കണം. ഭഗവാനെ അവിടെ എത്തിയിട്ട് യശോദ അടുക്കളയ്ക്ക് ഭഗവാൻ ഇഷ്ടമായില്ല. എന്താ കാരണം? രസം പിടിച്ചിരിക്കും. ഈ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ കലം, തൈര്, പാല്, വെണ്ണ, തന്നോടല്ല, ആരോടാ? ഒരു ശ്രദ്ധയില്ലേ തന്നെ. എന്താ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് നിരീക്ഷിച്ചാണ് ഇക്കുപ്പായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഏത് ഉപ്പായം ഇല്ലേ? ഈ രൂപം ധരിച്ച് പടക്കി വന്ന് ഇവരൊക്കെ ഒന്ന് കണ്ട് മനസ്സിരുത്തിക്കോട്ടെ. എന്നിട്ടും ഇല്ല ഒരു കഥ. അപ്പോഴും കാലം തൈര് എന്ന് പറഞ്ഞ് നടക്കും. എന്താ ഈ അമ്മ ഇങ്ങനെ? കുറച്ചൊന്ന് മുഷിഞ്ഞു. എന്താ ഇപ്പം ഇത് സഹിച്ചില്ല. മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കഷ്ണം കല്ല് കിടക്കണം, കരിങ്കല്ലിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ആ തൈരിന്റെ കാലത്തിന് ഒറ്റ കുത്തങ്ങോട്ട് കൊടുത്തു. ബ്ലോ അതങ്ങോട്ട് പൊളിഞ്ഞു. തൈരൊക്കെ ഇങ്ങോട്ട് പരന്നു. ഈ തൈരാണെങ്കിൽ കടഞ്ഞ് ഏതാണ്ട് വെണ്ണ ഇങ്ങനെ ഉറഞ്ഞുകൂടി വരുന്ന സമയത്താണ് കലം പൊട്ടിച്ചതേ. അപ്പൊ അത് കാരണം തൈരിന്റെ കലത്തിലെ തൈര് അങ്ങോട്ട് പരന്നു വെച്ചാലും വെണ്ണ ഇങ്ങനെ കൂടി കിടക്കണം. ആ വെണ്ണയൊക്കെ രണ്ട് കൈ കൊണ്ട് വാരി എടുത്ത് രണ്ട് കൈയിലും നിറച്ചെടുത്തു. കുറേ വാരി വിഴുങ്ങി കഴിച്ചു, കുറേയൊക്കെ ദേഹത്ത് തേച്ചു. ഈ കുറച്ച് കഴിച്ചാലും നമ്മൾക്ക് കുട്ടികൾ അങ്ങനെയുള്ള ഒരു അരയുള്ള ചോറ് കൊണ്ടാണെങ്കിൽ 2 പറ ചോറ് തേക്കണം. എവിടെ തേപ്പ് കേവണം. അങ്ങനെ ദേഹം മുഴുവൻ തേക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു കഥയില്ലാണ്ട കഴിക്കല്. കുറേയൊക്കെ കഴിച്ചു. അങ്ങനെ 2 കൈയിലും നിറയെ വെണ്ണ ഇങ്ങോട്ട് വാരി കോരിയെടുത്ത് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് അവനവൻ്റെ വയറ് നിറഞ്ഞപ്പോൾ 2 കൈയിലും നിറയെ കോരിയെടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ആ വടക്കേ മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങോട്ട് തെക്കോട്ട് തിരിയുമ്പോൾ ആ ഭാഗത്താണല്ലോ എന്തിരിക്കണത്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഓരല്ലേ മുറ്റത്തേക്ക് മാറ്റി. ആ ഓരലവിടെ ഉണ്ട്. ഓരലിൻ്റെ മുകളിൽ അവിടെ കയറി അവിടെ ഇരുന്നു. കുറച്ച് ഉയരമുണ്ട്. അപ്പോൾ കാലാട്ടാനൊക്കെ സുഖം. എന്താ കാരണം? അത്രയ്ക്ക് ഉയരണ്ടേ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടി കയറി അവിടെ ഇരുന്ന് കാലൊക്കെ ആട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാക്ക, പൂച്ച, നായ, കൊരങ്ങൻ ഇവരൊക്കെ ഇങ്ങനെ വന്ന് വട്ടം കൂടി നിൽക്കണ്ടേ. അവർക്കൊക്കെ കുറേശ്ശെ ഇങ്ങനെ പ്രസാദ വിതരണം. എല്ലാവർക്കും രാവിലത്തെ പൂജ കഴിഞ്ഞാൽ പ്രസാദം വിതരണം ചെയ്യണേ. നേദ്യം കഴിഞ്ഞാണല്ലോ പ്രസാദം കൊടുക്കുക എല്ലാവർക്കും. കൊരങ്ങനും പൂച്ചയും നായൊക്കെ പ്രസാദം വാങ്ങി സന്തോഷമായിട്ട് കഴിക്കുക. എന്തായാലും അവൻ്റെ സന്തോഷം ഭഗവാന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണ് പ്രസാദം. അപ്പോഴാണ് യശോദ എന്ത് ചെയ്തു വെച്ചാൽ അടുക്കളയിൽ ചെന്നു.
പാലിൻ്റെ കലമൊക്കെ എടുത്ത് ഇറക്കി വെച്ചു, ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് തുടച്ച് വെടുപ്പാക്കി നേരെയാക്കിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ എന്തേ കണ്ടത്? തൈരിൻ്റെ കലം പൊട്ടി കിടക്കണു. പൂച്ചയാവും, ആരാവും? പൂച്ചയാവും നിരീക്ഷിച്ചു. പക്ഷേ ഭഗവാൻ അറിയാം, സാധാരണ താൻ ചെയ്യുന്നതിനൊക്കെ പൂച്ചയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പൂച്ചയ്ക്കാണ് അതിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തം. തനിക്കപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല, തൻ്റെ നേരെയില്ല. അപ്പോൾ ഇത് ഭാവം പൂച്ചയ്ക്ക് കൊടുക്കണ്ട, എപ്പോഴെങ്കിലൊക്കെ അവനവനും ഒരു പ്രാവശ്യമൊക്കെ ഒരു ഇത് വേണ്ട വെച്ചാൽ കരിങ്കല്ലിൻ്റെ കഷ്ണം അവിടെ ഇട്ടിട്ടാ പോയത് തെളിവ്. അപ്പം കല്ലിൻ്റെ കഷ്ണം കലത്തിൻ്റെ അടുത്ത് കിടക്കുന്നത് കണ്ടപ്പം യശോദയ്ക്ക് മനസ്സിലായി ഇത് പൂച്ചയൊന്നുമല്ല ഉണ്ണി തന്നെയാണെന്ന്. യശോദയ്ക്ക് കുറച്ച് ദേഷ്യം വന്നു. എന്താ വെച്ചാൽ ഗോപികമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കലം പൊട്ടിച്ചു എന്ന്. ഇവിടെ ഇത് പതിവില്ല, അത് പുറത്തേ പതിവുള്ളൂ, ഇവിടെ ഇത് പതിവില്ല. യശോദ എന്ത് ചെയ്തു? ഇങ്ങനെ അങ്ങോട്ട് വിട്ടാൽ ശരിയാവില്ലല്ലോ. ഈ ജാതി ഇങ്ങനെ അന്തല്ലാത്ത സമ്പ്രദായം കുടുംബത്ത് പഠിച്ചിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ആൾക്കാരോട് ചെയ്യുന്നതേ വെറുതെ എല്ലാ പാവങ്ങൾ പറയുന്നത് പൊട്ടിച്ചു എന്ന്. ഇതിനൊരറുതി ഇന്ന് ഉണ്ടാക്കണം, അങ്ങനെ അയാൾ തോന്നുന്ന പോലെ നടക്കുക. എന്താ അപ്പം അത് കുട്ടികളായ അടക്കം വേണ്ടേ, ഒരു ഒതുക്കം വേണ്ടേ, സമ്പ്രദായം വേണ്ടേ? യശോദ ദേഷ്യമൊന്നും എന്ത് ചെയ്തു? പുളിമരത്തിൻ്റെ 1-2 പുളിവാറിൽ പൊട്ടിച്ചിട്ട് അറ്റം കൂട്ടി കെട്ടിയിട്ട് ഇന്ന് ഞാൻ നേരെയാക്കണ്ട എന്നും പറഞ്ഞു അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഉരലിൻ്റെ മുകളിലിരിക്കുന്ന ഭഗവാൻ അമ്മ വരുന്നത് വേഗം മനസ്സിലാക്കി. അമ്മമാര് വരുന്നത് നമ്മൾ വേഗം അറിയും. എന്താ കാരണം? ഈ കിലുക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ അടിക്കാൻ വരുന്നത് നമ്മൾ അറിയില്ല, കിട്ടിയിട്ടേ അറിയുള്ളൂ. എന്നാൽ കിലുങ്ങാനൊന്നും ഇല്ലല്ലോ, ആഭരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അമ്മ പിന്നെ വളയും ഈ തളയൊക്കെ ഉണ്ടാവുകൊണ്ട് വേഗം അപ്പം അമ്മയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് ഇങ്ങടെ ഉമ്മറപ്പടി ഇങ്ങടെ കടക്കണത് തന്നെ ആ ഒച്ചപ്പാട് കേട്ടപ്പോൾ തന്നെ ഒന്ന് നോക്കിയപ്പം അതൊക്കെ കയ്യിൽ വടിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇരുന്നില്ല, ഉരലിൻ്റെ മുകളിൽ ചാടി ഓടി യശോദ പിമ്പിലും ഉണ്ണി മുമ്പിലും, യശോദ പിമ്പിലും ഉണ്ണി മുമ്പിലും, അങ്ങനെ 4 തവണ ഇങ്ങോട്ട് ഓടിച്ചു അമ്മയെ കൊണ്ട്. അപ്പോഴേക്ക് യശോദയ്ക്ക് കഥയ്ക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ യശോദയ്ക്ക് കഥയ്ക്കും, യശോദയ്ക്ക് ഇങ്ങനെ ഓടിയിട്ടൊന്നും ശീലമില്ല. ഭഗവാന് പിന്നെ കഥയ്ക്കൊന്നുമില്ല, ഓടിയിട്ടും ശീലമുണ്ട്, ഓടിച്ചിട്ടും ശീലം, രണ്ടും നല്ല ശീലം. അതുകൊണ്ട് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കുറേ നേരം ഇങ്ങനെ ഓടുന്നത് കണ്ട അടുത്ത വീട്ടിലെ ഗോപികമാരൊക്കെ ചോദിച്ചു, എന്താ യശോദമ്മയെ വിളിച്ചാകുമ്പോൾ ഒരു ഓട്ടപ്രദർശനം ചോദിച്ചു. അപ്പം അതപ്പോൾ അമ്മ ഇങ്ങനെ പരിഹസിക്കുന്നത് അത്ര ഇഷ്ടമായില്ല. പക്ഷെ പരിഹാസം ഇല്ലാണ്ട് അവൻ പിടി കൊടുത്താൽ മതി. പിടി കൊടുത്തിട്ട് കാര്യമില്ല, അടി ഉറപ്പാണ്. അപ്പം പിടി കൊടുക്കാനും എന്ത് ചെയ്യും? ആകെ പരവശയ്യേ. ഒടുക്കം ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ അമ്മയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്ന് കൈ രണ്ടും അമ്മേ അടിക്കരുതേ പറഞ്ഞ ഉറക്കെ അങ്ങോട്ട് നിലവിളിച്ചു. 2 കണ്ണിക്കൂടി കുട്ടാന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോഴേ യശോദയ്ക്ക് തോന്നി അടിക്കണ്ട. ഈ കാഴ്ച തോന്നുന്നു നമ്മുടെ കുന്തിദേവി പണ്ട് വിരുന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, സ്കൂൾ പൂട്ടി കുട്ടികളായിട്ട്. കുന്തിദേവി ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? അതല്ലേ പറഞ്ഞത്, ഗോപ്യാദേ ത്വയി കൃതാകസിതാമതാവല്ലേ യാതേ ദശ അശ്രുകലിലാം ജനസംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരപി യദ്ബിഭേതി. പറഞ്ഞ ശ്ലോകത്തിൽ ഇതാ കാര്യം. അന്ന് ആ ഗോപികയുടെ മുമ്പിൽ അയ്യോ അടിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് കണ്ണീരും കലങ്ങി ഇങ്ങനെ നിന്നാന്ന് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. ആര്? കുന്തിദേവി. അപ്പോൾ കുന്തിദേവി എന്ന് സ്കൂളിൽ പൊട്ടിയപ്പോൾ കുട്ടികളായിട്ട് വന്നിട്ടുണ്ടാവും പഠിക്കും. എന്തിന്? അങ്ങനെയല്ലേ ഇവർ കാണാൻ വഴിയില്ല. എന്തായാലും കുന്തിയമ്മ അതൊക്കെ കണ്ടിട്ടുണ്ട്, ഭഗവാന്റെ കുട്ടിക്കാലത്തെ കളികളൊക്കെ. അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ യശോദയ്ക്ക് തോന്നി അടിക്കേണ്ട, അടിച്ചിട്ട് കാര്യമില്ലേ. യശോദ അടിയോണ്ടൊന്നും കാര്യമില്ല, അടിച്ച അടിയുടെ വേദന കഴിഞ്ഞാൽ നീ അതൊക്കെ മറക്കും. ഇത് ഗോപികയെ ഒരു കഷ്ണം കയറും ഇങ്ങോട്ട് കൊണ്ടുവരും, അതിനൊക്കെ വിദ്യ എൻ്റെ കയ്യിലുണ്ടെന്ന്. ഗോപിക ഒരു കയറ് 6-7 മീറ്റർ നീളമുള്ളൊരു കയറ് കൊണ്ടുവന്നു. കയറ് കൊണ്ടുവന്ന ഉണ്ണി കൈ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി പിടിച്ച് വാങ്ങിയിട്ട് കൈ 2 കൂടി ഇങ്ങോട്ട് കൂട്ടി വാങ്ങി. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മുഖത്തേക്ക് നോക്കിയാൽ എന്താ ദയനീയ മുഖാണ്. കൈ ഇങ്ങോട്ട് വാങ്ങി പിടിച്ചിട്ട് 2 കൈയും കൂടി കൂട്ടി ഒരു കൈ കൊണ്ട് പിടിക്കാനേ ഉള്ളൂ. കയറുകൊണ്ട് ഇങ്ങോട്ട് ചുറ്റി കെട്ടാൻ പുറപ്പെട്ടപ്പം ഇത്ര നീളം കുറവ്. ചുറ്റാനുണ്ട്, കെട്ടാനില്ല. 6 മീറ്റർ, എത്ര 6-7 മീറ്റർ നീളമുള്ള കയറുകൊണ്ട് ചുറ്റാനുണ്ട്, കെട്ടാനില്ല. ഗോപിക വലിയൊരു കയറുണ്ട്, ഒരു ഗോപിക 8 മീറ്റർ 10 മീറ്റർ കൊണ്ടുവന്നു. അപ്പോഴും ചുറ്റാനുണ്ട്, കെട്ടാനില്ല. അങ്ങനെ ഗോപികമാർ ആവർത്തിച്ച് 10, 12, 15 മീറ്റർ കയറൊക്കെ കൊണ്ടുവന്നു. ചുറ്റാനുണ്ട്, കെട്ടാനില്ല. അപ്പോൾ ഗോപികമാർക്ക് ഈ കുട്ടികളെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഇവർ കുറെ കാണുന്നതാണേ. എന്ത്? അപ്പോൾ അവരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം ഒന്ന് ചിരിച്ചു. എന്താ ഇതിപ്പോൾ ഇന്ന് കെട്ടുണ്ടാവില്ല എന്നുള്ള മട്ടില്. അപ്പം അമ്മയ്ക്ക് വലിയൊരു മോശമല്ലേ, ഇങ്ങനെ ചിരിക്കുന്നത് പരിഹാസമല്ലേ. അപ്പോൾ ഭഗവാൻ ഒന്ന് സങ്കല്പിച്ചപ്പം ആദ്യം കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ കെട്ടിയെന്ന് മാത്രമല്ല അതിൻ്റെ ബാക്കി കയറുകൊണ്ട് അരയിലും കെട്ടിയിട്ട് ആ ഉരലിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഇവിടെ കിടക്കുക.
കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഒരു ദിക്കിൽ കിടന്ന ഒരു അച്ചടക്കമൊക്കെ ശീലമായാലൊക്കെ നേരിയാവും ഉച്ച നേരിയാവില്ല, ഇങ്ങനെ ഓടി അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉരലിൻ്റെ മുകളിൽ കെട്ടിയിട്ട് യശോദ ഇങ്ങോട്ട് പോയി അടുക്കളയ്ക്ക് പോവുകയും ചെയ്തു. അടുക്കളയ്ക്ക് പോയി യശോദ അടുക്കളയിൽ ചെന്ന് ഓരോട്ടം പണികളൊക്കെ തുടങ്ങി. അമ്മയുടെ പാത്രങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണതിൻ്റെ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി അമ്മയുടെ പണിക്ക് പോയി എന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരലുന്തി മറിച്ച് അവിടെ കിട്ടും. ഒരലുന്തി മറിച്ചിട്ടിട്ട് എന്ത് ചെയ്തു? കുത്തനെ വെച്ച ഒരല് മറിച്ചിട്ടിട്ട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് നടന്ന് അങ്ങനെ ഇങ്ങോട്ട് പോയി. ആ വടക്കേ മുറ്റത്ത് നിന്ന് പോയി തെക്കേ മുറ്റത്തെത്തി. തെക്കേ മുറ്റത്ത് തെക്കേ പറമ്പിൽ 2 മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ആ 2 നീർമരുത് മരങ്ങൾ. ആ മരങ്ങൾ നിൽക്കുന്ന ദിക്കിലേക്ക് നേരെ അങ്ങോട്ട് ചെന്നിട്ട് എന്തുണ്ടായത്? ചെന്ന ആ 2 മരങ്ങളും കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ആര് നടന്നു? ഭഗവാൻ നടന്നു. പൊരലവിടെ പെട്ടു, ഈ മരത്തിൻ്റെ ഇടയിൽ പെട്ടു. ഒന്നും ഇങ്ങോട്ട് വലിച്ചു, മരങ്ങൾ 2 ഇങ്ങോട്ട് വീണു. കാറ്റും മഴയൊന്നും ഇല്ലാത്ത സമയത്ത് മരങ്ങൾ വീണേ. ഈ മരങ്ങൾ വീണ സമയത്ത് ഈ മരങ്ങൾ വീണതിരിക്കുന്ന 2 സുന്ദര പുരുഷന്മാർ വന്ന് തൊഴുതു. ആരെ? ഭഗവാനെ തൊഴുതു. അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചാൽ അതാര്? അതായത് കുബേരന്റെ 2 പുത്രന്മാരുണ്ടായിരുന്നു. നളകൂബരൻ, മണിഗ്രീവൻ എന്ന് പറയും. ഇവർ 2 പേരും പണ്ട് എന്താണ്ടായി ചോദിച്ചാൽ കള്ളും കുടിച്ച് പെണ്ണുങ്ങളുടെ കൂടെ മുണ്ടും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ കള്ള് കുടിച്ചാൽ പിന്നെ മുണ്ട് വേണ്ട എന്നുള്ളത് പഴയ ചിട്ടയാണ്. അതിപ്പോഴും പരിപാലിക്കണമെന്നേ ഉള്ളൂ. പുതിയ സമ്പ്രദായമല്ല, പഴയ സമ്പ്രദായം. ഇവർക്കും അങ്ങനെ തന്നെ ഉണ്ടായത്. കള്ളും കുടിച്ച് മുണ്ടും ഇല്ലാണ്ട് പെണ്ണുങ്ങളുടെ കൂടെ പാട്ടും പാടി ഇങ്ങനെ പോവുക. അപ്പം ഇത് കണ്ട് നാരദർ ഇങ്ങനെ വരിക. അപ്പം നാരദർ ഇത് കണ്ടപ്പോൾ അയ്യോ എന്താ അല്ലേ, അച്ഛൻ്റെ കയ്യിൽ പണം ഉണ്ടാവുകൊണ്ടല്ലേ കുട്ടികൾക്ക് പോക്കറ്റ് മണി കിട്ടിയിട്ട് ഇങ്ങനെ കോളേജിൽ നിന്ന് വരുമ്പോൾ കള്ളും കുടിച്ച് വരുന്നത്. ശരിയല്ലേ? ഇത് കയ്യിൽ ധാരാളം, കുബേരൻ വലിയ പണക്കാരനാണല്ലോ, ധാരാളം പണം ഉണ്ടാവുകൊണ്ടാണ്. അപ്പം അതിൻ്റെ അഹമ്മതി തീർക്കാൻ ഒരു വിദ്യയേ ഉള്ളൂ. നിങ്ങൾ 2 പേരും 2 നീർമരുത് മരങ്ങളായിട്ട് പോട്ടെ എന്ന് ആര് ശപിച്ചു? നാരദ മഹർഷി ശപിച്ചു. ആ ശാപം കൊണ്ടാണ് ഇവർ മരങ്ങളായിട്ട്, ആ ശാപം കൊണ്ട് മരങ്ങളായിട്ട് തീർന്ന ഈ കുമാരന്മാരാണ് ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നത്? ഈ നന്ദഗോപഗ്രഹത്തിൻ്റെ തെക്കേ മുറ്റത്തെ പറമ്പിൽ അവരെയാണ്. അപ്പം അവരാണെങ്കിലോ ഭഗവാന്റെ ആ തൃപ്പാദം കണ്ടപ്പോൾ വലിയ സന്തോഷമായി, അവർക്ക് അനുഗ്രഹമില്ല. അവർ തൊഴുതിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യ പുരുഷ പര വ്യക്തമിതം വിശ്വം രൂപം തേ ബ്രാഹ്മണാവിതോ തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോതഗുണൈ ഛന്നമഹിംനേ ബ്രഹ്മണേ നമഃ പരമകല്യാണ നമഃ പരമമംഗളാം വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. അനുജാനീഹി നൗ ഭൂമൻ തവാനുചര കിങ്കരൗ ദർശനം നൗ ഭഗവതഃ ഋഷേരാസീൽ അനുഗ്രഹാൽ. ഭഗവാനെ, ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ തൃപ്പാദം കാണാനും തൊഴാനും ഒക്കെ സാധിച്ചത്. അതുകൊണ്ടൊരു പ്രാർത്ഥനയുള്ളൂ, അങ്ങ് അനുഗ്രഹിക്കണം. എന്ത്? അടിയങ്ങൾക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. അതെന്ത്? വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഭഗവാനെ, വാണീ ഗുണാനുകഥനെ, ഞങ്ങളുടെ വാക്ക് എന്നും ഭഗവാന്റെ കഥകൾ പറയണം, ഭഗവാന്റെ നാമം ജപിക്കണം. ശ്രവണൗ കഥായാം, കാതുകൾ എപ്പോഴും ഭഗവാന്റെ കഥയിൽ മാത്രം മുഴുകണം. ഹസ്തൗ ച കർമ്മസു, കൈകൾ 2 ഭഗവത് പൂജയിൽ മുഴുകണം. നോക്കൂ, മാത്രല്ല മനസ്തവ പാദയോർന സ്മൃത്യാം, മനസ്സ് എന്നും ഭഗവാന്റെ പാദങ്ങളെ തന്നെ സ്മരിക്കണം. അതുപോരാ, ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ, ശിരസ് എന്നും ഭഗവാന്റെ സ്ഥാനങ്ങളിൽ നന്നായിട്ട് മുട്ടിത്തൊഴുത് നമസ്കരിക്കണം. പോരാ, ദൃഷ്ടി സതാം ദർശനേ അസ്തു ഭവത്തനൂനാം, ഞങ്ങളുടെ ദൃഷ്ടികൾ എന്നും എവിടെയും ഭഗവാന്റെ മഹിമകൾ മാത്രം കാണണം. എങ്ങനെ? യാതൊന്നു കാൺമതോ നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതോ നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ
ഒക്കെ ഹരി നാരായണായ നമ എന്ന് പറഞ്ഞ മാതിരി കണ്ടതും കേട്ടതും എല്ലാം നാരായണപരാവണേ എന്നും പറഞ്ഞ് ഇത്തം സങ്കീർത്തിതസ്താഭ്യം ഭഗവാൻ ഗോകുലേശ്വര ദംനാ ചോലൂഖലേ ബദ്ധ പ്രഹസന്നാഹ ഗുഹ്യകൗ. അങ്ങനെ ഉണ്ടായതോ. ഭഗവാനാണെങ്കിലോ ഈ സ്തുതിച്ച് നിൽക്കണേ ആ യോഗ്യന്മാരായ കുമാരന്മാരോട് പറഞ്ഞു, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, നന്നായി, സ്തുതിയൊക്കെ നന്നായി, ഗംഭീരേ, വേഗം പോയിക്കോളൂ. എന്താ കാരണം? അമ്മ കേൾക്കും. ആര്? അടുക്കളയിലേക്ക് കേൾക്കണ്ട, വേഗം പോയിക്കോളൂ, നിങ്ങളെയൊക്കെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, പരിഭ്രമിക്കേണ്ട. അങ്ങനെ ആ കുമാരന്മാർ രണ്ടുപേരും പോയപ്പോഴാണ്, ഇവർ രണ്ടുപേരും പോയപ്പോഴാണ് ഈ മരങ്ങൾ വീണ ശബ്ദം അടുക്കളയിൽ കേട്ടത്. അത്രയും നേരം കേട്ടിട്ടില്ല. അത്രയും നേരം ഭഗവാൻ അത് ഓഫ് ചെയ്ത് വെച്ചു. എന്ത്? അതന്നെ, അപ്പോഴാണ് ഓൺ ചെയ്തത്. അപ്പോഴാണ് ആര് കേട്ടത്? അത് എന്ത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ ആര് മതി? സ്വിച്ചൊക്കെ കിടക്കുന്നത് അവിടുത്തെ കയ്യിലാണല്ലോ, അവിടുത്തെ കയ്യിൽ എല്ലാറ്റിൻ്റെയും. അത് ഓഫായി നമ്മൾ ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കഥ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അത് സങ്കല്പിച്ചു, ശബ്ദം അവിടെ കേട്ടു. അപ്പോഴേക്ക് യശോദയും നന്ദഗോപരൊക്കെ ഓടി വന്നു. രണ്ട് മരങ്ങൾ പൊട്ടി മുറിഞ്ഞു, കാറ്റുമില്ല മഴയില്ല ഒന്നുമില്ല, രണ്ട് മരങ്ങൾ വീണ് നടക്കണോ. ആ മരത്തിന്റെ ഇടയിൽ ഉണ്ണിയോടെ നോക്കി ഉണ്ണിയെ കാണാനോ. നന്ദഗോപുരം ഓടി വന്നു, ഉണ്ണി എടുക്കാനും കിട്ടാനില്ല. ഒരലിന്റെ മുകളിൽ കെട്ടിയിട്ട് ഒരലിന്റെ മുകളിൽ മരം വീണ് കിടക്കുകയാണേ. വേഗം കെട്ട കഴിച്ച് എടുത്തു. അദ്ദേഹം പേടിച്ചു. ഇതിനിപ്പോ എന്താ പറ്റിയെന്ന് ശരിയല്ല. അദ്ദേഹത്തിന് സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു നന്ദഗോപരുടെ. അപ്പൊ അച്ഛന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ പാവം അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്നു. അച്ഛനേശാ പാവല്ലാത്തൊരു സാധുവാണേ. അദ്ദേഹം ഒരു മഹർഷിയെ പോലെയുള്ള ആളാ, താടിയൊക്കെ നീട്ടി വലിയ യോഗ്യനാണ്. അപ്പൊ അച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ താടി ഒന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചോ, എന്നിട്ടോ ഒന്ന് മുഖത്തേക്ക് ചിരിക്കുകയും ചെയ്തു. ഇത് പണ്ട് പതിവുണ്ട്, മടിയിൽ കയറിയിരുന്ന് വന്നിരുന്ന് താടി പിടിച്ചു. താടി പിടിച്ചു വലിക്കേണ്ടായോ എന്നൊക്കെ പണ്ട് ചോദിച്ചില്ലേ? പിന്നെ വൃന്ദാവനത്തിൽ നിന്നൊക്കെ പോയ സമയത്ത് ചോദിക്കുന്ന ഒരു സങ്കടപ്പെട്ട വർത്തമാനം. അപ്പൊ അതൊരു ശീലാണ്. അപ്പൊ അതുകൊണ്ട് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കണമുണ്ട്, കയ്യും കാലോട്ട് അടിക്കണമുണ്ട്. പിന്നെ ഇതങ്ങനെ താടി പിടിച്ചു പോലെ. അപ്പൊ കൗതുകമായി, വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല, സന്തോഷമുണ്ട്. അപ്പൊ നന്ദഗോപരി ഉണ്ണിയെ അങ്ങടെ ഹൃദയത്തേക്ക് ചേർത്ത് പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ണിക്ക് ആപത്തൊന്നും പറ്റിയില്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പം ഭഗവാൻ ഒന്ന് പരിഭ്രമിച്ചു. ഏത് കേട്ടപ്പം? ആരുടെ അനുഗ്രഹം കൊണ്ട്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായി. എന്താപ്പ പറയുക? ഇതാണ് അന്നുണ്ടായ കഥ. ഈ കാലത്ത് എന്താ വെച്ചാൽ, കുട്ടിക്കാലത്ത് ഈ നന്ദഗോപഗ്രഹത്തിൽ ഈ ഗോപാലബാലന്മാരുടെ കൂടെ ഓടിയും ചാടിയും കളിച്ചും ചിരിച്ചൊക്കെ നടന്ന കുട്ടിക്കളികളും വികൃതികളും ഒക്കെ ഉണ്ടെങ്കിലും മഹിമകൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഈ മുളയിലറിയാം വിള എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ പുറപ്പാട് കണ്ടാൽ അറിയാം അതിൻ്റെ മഹിമ. അന്ന് ആ കാലത്ത് ഒരു ദിവസം എന്താ ഉണ്ടായിച്ചാൽ, ആരോടും ഇല്ലാത്തവരെയും വയ്യാത്തവരെയും കണ്ട വലിയ ഒരു കാരുണ്യാണേ. ആരെങ്കിലുമൊക്കെ പിച്ചക്കാരൊക്കെ വരും, ഉടുക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരോട് എന്ത് ചെയ്യും? അമ്മയില്ലാത്ത നേരം നോക്കിയിട്ട് അച്ഛൻ്റെ മുണ്ട് അലക്കി മടക്കി വെച്ച മുണ്ടുണ്ടാവും, നല്ല വൃത്തിയുള്ള മുണ്ട്, അതെടുത്ത് അങ്ങോട്ട് കൊടുക്കും. കൊണ്ടുപോയിക്കോളൂ. പിന്നെ ഒരു കാര്യം, താൻ ഈ മുണ്ടെടുത്ത് ഇവിടേക്ക് ഇനി വരരുത്. എന്താ കാരണം? മുണ്ടിന്റെ കര കണ്ടാൽ അമ്മയ്ക്ക് മനസ്സിലാവും. കര കണ്ടിട്ടില്ലെങ്കിൽ എവിടെയോ പോയി എന്നേ വിചാരിക്കുള്ളൂ, കാറ്റത്ത് പറന്നു പോയി നിങ്ങൾ വിചാരിച്ചോളൂ. അങ്ങനെ കൊടുക്കും. ഉണ്ണാനിരുന്ന് വിളമ്പി ഉണ്ടിട്ടില്ല, ഉണ്ണാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്ക് അയ്യോ വിശക്കണോ, അതുകൊണ്ട് ആർക്ക് കൊടുക്കും? വന്നോർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടേ. ആ കാലത്ത് ഒരു പാവം സാധു വല്യമ്മ, ഒരു പഴം വിൽപ്പനക്കാരി വല്യമ്മ, സാധു സ്ത്രീയാ പാവം. പഴമൊക്കെ വിറ്റിട്ട് നാഴിയേരി വാങ്ങാനുള്ള കഷ്ടപ്പാടാണേ. അങ്ങനെ ഈ പഴങ്ങളൊക്കെ കൊട്ടയിലേറ്റി ഇങ്ങനെ തലയിലേറ്റി ഇങ്ങനെ കൊട്ടയിൽ വെച്ചിട്ടേ ഇങ്ങനെ പഴം വേണോ അങ്ങനെ വിൽക്കില്ലേ. പഴം വേണോ? പഴയ പഴം അല്ല പുതിയ പഴം, പഴയ പഴര വാങ്ങുക. അങ്ങനെ വിൽപ്പന നടത്തില്ലേ. അങ്ങനെ വിറ്റ് നടക്കണ ഈ വല്യമ്മ പാവം നന്ദഗോപഗ്രഹത്തിന്റെ ഗോപുര പടിപ്പരയുടെ മുമ്പിൽ കൂടി, ആ റോഡിൽ കൂടി ഇങ്ങനെ പോകണേ. പടിപ്പരയുടെ മുമ്പിൽ കൂടിയുള്ള റോഡ് കൂടി പോകുമ്പോൾ ആ പടിപ്പരയുടെ മുമ്പിൽ ആ കട്ടിലപ്പടി പിടിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചായി അവിടെ ഇങ്ങനെ നിൽക്കും. എന്തിനാ ചെണ്ടോ, ആരെങ്കിലുമൊക്കെ പോണോര് കണ്ടോട്ടെ, അവരെന്തായാലും ഇവിടെ വന്ന് തൊഴണ്ടാവില്ല, എന്നാലോ ഞങ്ങളുടെ ആയിക്കോട്ടെ, കുറേശ്ശൊക്കെ സുഹൃത ആയിക്കോട്ടെ വെച്ചിട്ടാവണം, അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ വിൽപ്പനയ്ക്ക് ഇറങ്ങിയ അമ്മ ഈ ഉണ്ണിയെ ഇങ്ങനെ കണ്ടപ്പം, എത്രയോ ഉണ്ണിയോളെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇറങ്ങി കാണുന്നതാണ്. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ വലിയ എന്ത് ചെയ്തു? ഇങ്ങനെ കുറച്ചു നേരം നോക്കി മതിയാവണില്ല. അപ്പൊ പഴത്തിന്റെ കൊട്ട അവിടെ വെച്ചു. ആ പടിപ്പരയുടെ പുറന്തന്നെയില്ലേ, അതിന്റെ മുകളിൽ വെച്ച് കുറച്ചു നേരം കൂടി നോക്കി ഇങ്ങനെ തൊഴുത് ചിരിച്ച ഉണ്ണി നല്ലോണം ചിരിച്ചപ്പോഴാണെങ്കിലോ ഒന്നും പറയണ്ട, പോകാൻ തോന്നണില്ല. അവിടെ തന്നെ നിന്നു. ചോദിച്ചു, ഉണ്ണിക്ക് പഴം വേണോ ചോദിച്ചു. വേണമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചാൽ കൊടുക്കാൻ തൻ്റെ കയ്യിലൊന്നുമില്ല. അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ, അമ്മ ഏതാ വല്യമ്മ പഴം തന്നു, അതിനെന്തെങ്കിലും കൊടുക്കൂ, കാശ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ അമ്മ പറയും, എന്തിനാ ഉണ്ണി ഇപ്പൊ ഇത് വാങ്ങിയത്, ഫ്രൂട്ട്സ് ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുക. അമ്മമാർക്ക് ചിലപ്പോൾ വലിയ ഉത്തരവാദിത്തം അങ്ങനെയൊക്കെ ഉണ്ട്, വല്ലാത്ത ഉത്തരവാദിത്തം. അപ്പൊ അതുകൊണ്ട് ഇനി അമ്മയുടെ അടുത്ത് പോയിട്ട് ഒന്നും രണ്ടും പറയാൻ നിൽക്കണ്ടല്ലോ. എന്തിന്? ഒന്നും വേണ്ടിയില്ല, വേണമെന്നും പറഞ്ഞില്ല,
വേണ്ടാന്നും പറഞ്ഞില്ലേ. അപ്പൊ ഈ പഴം വിൽപ്പനക്കാരി അമ്മയ്ക്ക് മനസ്സിലായി ഉണ്ണിക്ക് ഇതൊക്കെ വേണമെന്ന് തോന്നണം മുഖം കണ്ടപ്പോഴേ. അപ്പൊ ഒരു പഴം അതിന്റെ ഉണ്ണി കയ്യിൽ കൊടുത്തേ, ഒരു പഴം ഉണ്ണി കയ്യിൽ വെച്ചാൽ തന്നെ അത് നിറയും. പിന്നെ അതിന്റെ മുകളിൽ ഒന്നും കൂടി അങ്ങനെ കഴുത്തോളം അടുക്കടുക്കായിട്ട് വെച്ചു കൊടുത്തേ. ആ ഉണ്ണി കുമ്പേമേൽ ഇങ്ങനെ ചാരി വെച്ചു കൊടുത്തു. അപ്പൊ നല്ലോണം. അപ്പൊ ഈ പഴം ഇങ്ങനെ വെക്കണതിനനുസരിച്ച് മുഖം ഇങ്ങനെ വലുതാവുന്നുണ്ട്. എന്താണ് സന്തോഷം കൊണ്ടേ. അവൊക്കെ സന്തോഷമായിട്ട് ഈ പഴങ്ങൾ മുഴുവനെയും കൊണ്ടുപോയിട്ട് അവിടെ ഒരു ദിക്കിൽ കൊണ്ടുപോയി, അകത്തൊരു ദിക്കിൽ കൊണ്ടുപോയി വെച്ചു. വല്യമ്മയ്ക്ക് എന്താ കൊടുക്കുക? നമ്മൾ ആരോടെ എന്ത് വാങ്ങിയാലും അതിനൊപ്പത്തിനൊപ്പം അല്ലെങ്കിലും അവനവൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും കൊടുക്കുക. അതല്ലേ ഒരു മര്യാദ. പത്തായപ്പരയിൽ ചെന്നാൽ നെല്ലുണ്ടായിരുന്നു. ആ ഉണ്ണി കൈ ഇത്തിരി നെല്ല്, ആ ഉണ്ണി കൈ ചെറിയ കൈയല്ലേ, ആ ഉണ്ണി കയ്യിൽ നെല്ല് ഇങ്ങനെ വാരി ഇങ്ങനെ കൊണ്ടുപോയി ആ വല്യമ്മയുടെ ആ പഴക്കൊട്ടയിൽ കൊണ്ടുപോയി. വല്യമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്താ വെച്ചാൽ സന്തോഷമായത് കൊടുത്തതിന് അതിനനുസരിച്ച പ്രതിഫലം കിട്ടിയില്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും വെളിച്ചാവുമ്പോൾ നല്ലൊരു കൈകൊണ്ട് കിട്ടിയില്ലോ എന്നൊരു സന്തോഷം. ഈ കച്ചവടക്കാർക്കൊക്കെ എങ്ങനെയാണ്? നല്ല കൈകൊണ്ട് കിട്ടിയാൽ, രാവിലെ ചില കൈകൊണ്ട് കിട്ടിയാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ വേറെ ചില കൈകൊണ്ട് കിട്ടിയാലോ അന്നത്തെ ദിവസം പിന്നെ എന്താണെന്നറിയില്ല. ഇപ്പം ചക്കി മാങ്ങയൊക്കെ ആയി തുടങ്ങിയതുകൊണ്ടോ നിറയെ എന്ത് ഈ ചോളയായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയില്ലേ. ശരി, അന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ഗുണവും ഉണ്ടാവില്ല. ഇതല്ലേ ശ്രീനിവാസൻ. എന്താ പേര്? ശ്രീനിവാസൻ. അതാരാ? ശ്രീനിവസിക്കല്ലേ ആ കയ്യില്, ലക്ഷ്മിയല്ലേ ഇരിക്കണത്, ആ കൈകൊണ്ടല്ലേ കൊടുത്തത്. പിന്നെ എന്താ കഥ? അങ്ങനെ വല്യമ്മ എന്ത് ചെയ്തു? പഴമൊക്കെ കൊടുത്ത്. പാവം രാവിലെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ വിറ്റിട്ട് വേണം വല്ലതും കിട്ടിയിട്ട് കുട്ടികൾക്ക് നാഴിയേരി വാങ്ങാൻ. അതുകൊണ്ട് ആ ഉണ്ണിയെ നോക്കി സന്തോഷമായിട്ട് ആര് പോയി? വല്യമ്മ പോയി. വൈകുന്നേരം ആവോളെ പഴം വിറ്റു. വൈകുന്നേരം അപ്പോഴേക്ക് ഇതൊക്കെ മറന്നു വല്യമ്മ. രാവിലെ പ്രാരബ്ധം വെയിൽ കൊണ്ട് നടന്ന് കുറേ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് വൈകുന്നേരം കുടുംബത്തെത്തിയപ്പോൾ വല്യമ്മ എന്ത് ചെയ്തു? പഴം ഈ കൊട്ടയൊക്കെ തട്ടി വെടുപ്പാക്കി നാളെ വീണ്ടും പഴം നിറയ്ക്കണ്ടേ. അപ്പോൾ അതെന്ത് ചെയ്തു? ഈ പഴത്തിൻ്റെ ഈ പാത്രം ഉണ്ടല്ലോ, ഈ പഴങ്ങൾ നിറച്ച് അത് കൊണ്ടുപോയി മുറ്റത്ത് കൊണ്ടുപോയിട്ട് കമഴ്ത്തി അങ്ങോട്ട് തട്ടിയപ്പോൾ നമ്മൾ ഈ പൂഴി മണലൊക്കെ കൊണ്ടുവന്ന് പണിക്കാർ മുറ്റത്ത് തട്ടില്ലേ, അതേ ജാതിയിൽ ആ പാത്രം നിന്ന് ആ കൊട്ടയുടെ നിറച്ച സ്വർണ്ണങ്ങൾ, രത്നമണികൾ, മാലകൾ, പണ്ടങ്ങൾ, വൈരക്കല്ലുകൾ ഒന്നും പറയാൻ തന്നെ സാധിക്കില്ല. 5 ജാതി നിറയെ ഒരു കൊട്ട നിറയെ ഇങ്ങോട്ട് കമഴ്ത്തി തട്ടി. ശിവ ഒന്നും പറയണ്ട. എങ്ങനെ ഉണ്ടാവും? ഒരു നിറയൊരു കൊട്ടയിലൊക്കെ കൊണ്ടുപോയി സ്വർണ്ണമൊക്കെ തട്ടിയാൽ അങ്ങനെ ഇപ്പം ചുരുക്കപ്പത്രയല്ലേ പറയണ്ടോ. വല്യമ്മ പഴക്കച്ചവടം നിർത്തി, ജ്വല്ലറി തുടങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. പഴക്കച്ചവടം നിർത്തി. ഇനി എന്തിന് പഴക്കച്ചവടം ചെയ്യണു? എന്തിന്? കണ്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഭഗവാന്റെ കൂടെ കുറച്ച് നേരം കച്ചവടം ചെയ്തതാണ് ആര്? ഈ വല്യമ്മ. അതോടെ വല്യമ്മയുടെ കച്ചവടം നേരെയായി. എന്ത് കച്ചവടം? കച്ചവടം വെച്ചാൽ വ്യാപാരം വെച്ചാൽ വ്യവഹാരം. നോക്കൂ, നമ്മൾ ഈ ലോകത്തിൽ കുത്തിമറിഞ്ഞ് വ്യവഹാരം ചെയ്ത് കഷ്ടത്തിലായി നരകിച്ച് നടക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു ലേശം നേരം ആരോട് കച്ചവടം ചെയ്യണം? ഭഗവാന്റെ കൂടെ വ്യവഹാരം ചെയ്യണം. എന്നാൽ ലോക വ്യവഹാരം നന്നായി. ഇല്ലെങ്കിൽ നന്നാവില്ല. ഇപ്പം നമ്മൾ 5 കിലോ വെണ്ടയ്ക്ക, 5 കിലോ കുമ്പളങ്ങ, 5 കിലോ മത്തങ്ങ അതൊക്കെ ചേർത്ത് നമ്മൾ വലിയ സാമ്പാർ ഉണ്ടാക്കി. അതിൽ 5 കിലോ ഉപ്പിടണോ? ഇട്ടാ പിന്നെ ഇട്ടാളിരുന്ന് കൂട്ടേണ്ടി വരും. അത് 5 കിലോ ഉപ്പിടണ്ടല്ലോ. എത്ര ഉപ്പിടണം? അത്രയ്ക്ക് വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയാലും ഉപ്പ് അത്രയ്ക്ക് വേണ്ട. ഉപ്പ് ഒരു ലേശേ വേണ്ടു. പക്ഷേ ഈ 5 കിലോ വീതം വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ആ ലേശം ഉപ്പ് അതിനില്ലെങ്കിൽ ഈ 5 കിലോ ഇട്ടിട്ട് അല്ലെങ്കിൽ 6 കിലോ കുമ്പളങ്ങ വീണ്ടും ഇട്ടാലും കൂട്ടാൻ ഒരു രുചി ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഉപ്പിന് പകരം നമ്മൾ ഇനി കുമ്പളങ്ങ വീണ്ടും കൊണ്ടുപോയിട്ടാണ് നേരെയാവുക. വേറെ എന്ത് കൊണ്ടുപോയിട്ടാലും നേരെയല്ലോ ഉപ്പിന്. അപ്പം ആ ഉപ്പാണ് അതിന് എന്ത് ചെയ്യണത്? രുചികരമാക്കണത്. എല്ലാവരെയും കൂടി ചേർത്ത് രുചി എന്ന് പറയും പോലെ നമ്മൾക്കെല്ലാം ഉണ്ട് ലോകത്തിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം? അതിലേക്ക് ഒരു ലേശം ഈശ്വരാനുഗ്രഹത്തിൻ്റെ മഹിമ ചേർന്നാൽ കറിയിൽ ഉപ്പിട്ട മാതിരി ജീവിതം രുചികരാവും. ആ ഉപ്പില്ലായോണ്ടാണ് പല ജീവിതത്തിനും ഒരു രസമില്ലാത്തത്. കഷ്ണമൊക്കെ ഉണ്ട്, ആ അരച്ച് ചേർത്തിട്ടുമുണ്ട്, പക്ഷെ കൂട്ടാനൊരു രസമില്ല. എന്താ കാരണം? ഉപ്പില്ല. ഏതുപ്പ്? ഈശ്വരീയത പോരാ. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളിനി കഷ്ണമൊന്നും പുതിയത് ചേർക്കൊന്നും വേണ്ട. എന്തേ വേണ്ടു? ഈ ഉപ്പ് ലേശം തരാക്കിക്കോളൂ. ഏത് ഉപ്പ്? ഉപ്പച്ചൽ ആ ഭഗവാന്റെ മഹിമ ഇതാണ്. അങ്ങനെയൊക്കെ ആ കാലത്ത് ഇവർ ചിന്തിച്ചു. എന്താണെന്നാണെങ്കിൽ എല്ലാവരും കൂടി ഗോപന്മാരിങ്ങനെ കൂട്ടായിട്ട് ചിന്തിച്ചു. ഒരു ദിവസം മീറ്റിംഗ് കൂടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടോ, ഇവിടെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നും ദുരിതണ്ടേ. പൂതന വന്നു, ശകടൻ വന്നു, തൃണാവർത്തൻ വന്നു, എന്തൊക്കെയാ വരണത്. മരങ്ങൾ 2 എണ്ണം പൊട്ടി മുറിഞ്ഞു വീണു, അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ പെട്ടു. ആപത്തൊന്നും ഉണ്ടായില്ല. ശരിയല്ലേ? ഇത് ആപത്തുണ്ടായില്ല. ശരി, നാളെ ഉണ്ടാവില്ല എന്നില്ല. ഇത്രയിപ്പുണ്ടായിട്ടില്ല. പരീക്ഷിക്കാൻ നിൽക്കരുത്. നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നു,
നമ്മളിങ്ങോട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നപ്പം ഒരു തുമ്പ അങ്ങോട്ട് വീണു കുത്തനെ, എന്നിട്ട് മണ്ണിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുക. നമ്മൾ നിരീക്ഷിച്ചതൊക്കെ മൂർധാവിലാണെങ്കിൽ നാട്ടുകാർക്ക് കാണാൻ എന്ത് ഭംഗി ഉണ്ടാവൂലേ? ഓ ഭാഗ്യം. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? തെങ്ങ് അതെ ചതി. പിറ്റേന്നും നമ്മൾ അവിടെ നിന്നു. നമ്മളിങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് ഒരു മടല അങ്ങോട്ട് വീണു. അപ്പൊ നമ്മൾ പറഞ്ഞു തെങ്ങ് ചതിക്കില്ല. അപ്പൊ നാം 2 ദിവസം ചതിച്ചില്ലല്ലോ. പിന്നെ 3-ാമത്തെ ദിവസം നമ്മൾ അവിടെ അങ്ങോട്ട് നിന്നു. എന്തായാലും ചതിക്കില്ല. അന്നാണ് ഒരു കരിക്ക് അങ്ങോട്ട് വീണ് നടു അങ്ങോട്ട് പളർന്നു. തലയുടെ അല്ല, കരിക്കിന്റെ. എന്തായിരിക്കും തലയുടെ കണക്കല്ലേ? അപ്പൊ നോക്കൂ, അങ്ങനെ ചെയ്യരുത്. ആദ്യത്തെ ദിവസം ഒരു സൂചനയാണ്, 2-ാമത്തെ ദിവസം ഗംഭീര സൂചനയാണ്, 3-ാമത്തെ ദിവസം അത് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മളിത് ആപത്തുകളൊന്നും ഇങ്ങനെ ആവർത്തിച്ച് നോക്കി പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പൊ ഗോപന്മാര് ചിന്തിച്ചു എന്താ ചെയ്യുക. അപ്പൊ നന്ദഗോപാദി ഗോപന്മാര് മീറ്റിംഗ് കൂടിയ സമയത്ത് കൂട്ടത്തില് വൃദ്ധനായ ഒരു യോഗ്യൻ, പക്ഷെ പ്രായമായ ഒരു കാർന്നോരുണ്ടായിരുന്നു. ഉപനന്ദൻ എന്നാ പേര്. കാർന്നോരെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുടുംബത്തെ ഒരു പ്രായം കൂടിയൊരു വലിയ വിദ്വാനായ ഒരു മഹാത്മാവ്. അദ്ദേഹം പറഞ്ഞു ശരി തന്നെയാണ്, കുട്ടികളുടെ നേരെ ഇങ്ങനെ ദുരിതങ്ങൾ ഓരോന്നിനും. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, എവിടേക്ക് മാറി താമസിക്കുക. ഇത് കുട്ടികൾക്ക് താമസിക്കാൻ കൊള്ളില്ല എന്നാ തോന്നുന്നത്. പറയുന്നത് ഇവിടെ ഓരോന്ന് ദുരിതം വരില്ലേ. അപ്പൊ എല്ലാവരും ചോദിച്ചു കാർന്നോരെ എവിടേക്ക് പോവുക ചോദിച്ചു. കാർന്നോര് പറഞ്ഞു പോവാനൊരു നല്ല സ്ഥലമുണ്ട്. എവിടെ? വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപീ ഗവാം സേവ്യം പുണ്യാദ്രി തൃണവീരുഥം. അങ്ങട് പോവാം. എങ്ങടെ? വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപീ ഗവാം സേവ്യം പുണ്യാദ്രി തൃണവീരുഥം. വൃന്ദാവനം എന്ന പേരായിട്ടൊരു പുണ്യഭൂമി ഉണ്ട് ആ യമുന കാളിന്തി നദിയുടെ കരയിലെ. അങ്ങോട്ട് പോവാം. അവിടെയാണെങ്കിൽ ഗോവർദ്ധന പർവ്വതമുണ്ട്. ഗോപന്മാർക്കും ഗോപികമാർക്കും പശുക്കൾക്കും എല്ലാവർക്കും സന്തോഷമായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. വെള്ളം മുട്ടില്ല. എന്താ കാരണം? പുഴയുണ്ട് നല്ലോണം. പിന്നെ കാടും ഒക്കെ ആയിട്ട് സന്തോഷമായി നല്ല പുഷ്ടിയുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗോപന്മാരും ഗോപികമാരും ഗോക്കളും അവനവൻ്റെ സ്വത്തും സമ്പത്തും എല്ലാം ആയിട്ട് അവര് നന്ദഗോപഗ്രഹത്തിൽ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് മാറി താമസിച്ചു? വൃന്ദാവനത്തിലേക്ക് താമസിച്ചു. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാലേ, ഈ നന്ദഗോപഗ്രഹം എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. വൃന്ദാവനം എന്നൊരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി താമസിച്ചത് എവിടെയാണ്? വൃന്ദാവനത്തിലാണ്. അതായത് നന്ദഗോപര് പണ്ട് മുതലേ വൃന്ദാവനത്തിലല്ല താമസം. ഈ കുട്ടികളെ ജനിച്ച് ഏതാണ്ട് ഒരു 3-4 വയസ്സ് വരെ ഇവിടെ തന്നെ കഴിച്ചു. നന്ദഗോപഗ്രഹത്തിൽ താമസിച്ചതിന്റെ ശേഷമാണ് ഇങ്ങോട്ട് പോണത്, വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് വൃന്ദാവന ലീലകളാണ്. ഇതുവരെ പറഞ്ഞതോ നന്ദഗോപഗ്രഹത്തിലെ. നന്ദഗോപഗ്രഹം എന്ന് പറഞ്ഞാൽ മധുരാപുരിയുടെ സമീപത്തല്ല, മധുരാപുരിയുടെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ നന്ദഗോപഗ്രഹം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇവർ എങ്ങോട്ട് മാറിയത്. കുറച്ചും കൂടി മധുരയിൽ നിന്ന് ഇത്തിരിയും കൂടി ദൂരണ്ട് അവിടേക്ക്, ഈ വൃന്ദാവനത്തിലേക്ക്. പുഴയുടെ കര, യമുന നദിയിൽ ഇന്നും പോയാൽ നമുക്ക് കാണാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സ്ഥലങ്ങളൊന്നും എങ്ങോട്ടും പോയിട്ടില്ല. ഭഗവാൻ മഹിമ കാണിച്ച സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ വൃന്ദാവനത്തിൽ ചെന്ന് താമസിച്ച, വൃന്ദാവനത്തിൽ ഇവർ അവനവൻ്റെ കൊട്ടാരങ്ങളൊക്കെ കെട്ടി വീടുകളൊക്കെ കെട്ടിയുണ്ടാക്കി താമസിച്ച സമയത്ത് കുട്ടികളൊക്കെ കൂടി എന്ത് ചെയ്യും വെച്ചാൽ രാവിലെ നേരത്തെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞു, അവരുടെ കഥകളൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലേശം ആഹാരം അമ്മ പൊതിഞ്ഞ് കെട്ടി കൊടുക്കുന്നത് കയ്യിലും വെക്കും. എന്നിട്ട് അതാത് ദിക്കിലെ പശുക്കളെയും കൊണ്ട് കുട്ടികൾ എവിടേക്ക് പോകും? കാളിന്തിയുടെ കരയിലേക്ക് പോകും. പശുക്കളെ അങ്ങോട്ട് മേയാനായിട്ട് വിടും, പുല്ല് മേയാനായിട്ട് വിടും. കുട്ടികൾ എന്നിട്ട് ഓടിയും ചാടിയും കളിച്ചും ചാടിയും പറഞ്ഞും അങ്ങനെ വൈകുന്നേരം വരെ കളിക്കും. കളി കഴിഞ്ഞ് സന്ധ്യോളം വൈകുന്നേരം പശുവിനെ കറക്കണ നേരായാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോരും ചെയ്യും പശുവിനെയും കൊണ്ട്. ഇതാണ് പതിവ്. ഇങ്ങനെയാണ് അവരെങ്ങനെ കളിച്ച് ചിരിക്കും, പശുക്കളെയും കൊണ്ട് തിരിച്ചു പോരും ചെയ്യും. അക്കാലത്ത് ഒരു ദിവസം ഇവർ വൃന്ദാവനത്തിൽ ചെന്ന ആദ്യകാലത്ത് ചെന്നപ്പോൾ ഇവരിങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുമ്പം ഈ കംസൻ പറഞ്ഞയച്ചുള്ള കംസന്റെ ഒരു കിങ്കരൻ, ഒരു അസുരൻ, ഒരു പശുക്കിടാവിന്റെ വേഷത്തിൽ കുട്ടികളെ കൊല്ലാനായിട്ട് കൂടെ വന്നുകൂടി. വത്സാസുരൻ എന്ന് പറയും. ആർക്കും മനസ്സിലായില്ല, ഭഗവാനും മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്തു? രാമേട്ടന് കാണിച്ചു കൊടുത്തു. രാമേട്ടാ നോക്കൂ എന്നും പറഞ്ഞു. അസുരനോ എന്ന് ചോദിക്കലും ഭഗവാൻ ചുറ്റിയെടുത്ത് അടിച്ചു കൊല്ലലും. അങ്ങനെയാണ് ഈ വൃന്ദാവനത്തിൽ വന്നിട്ട് ആദ്യത്തെ അസുരവധലീല ഇങ്ങനെയുണ്ടായത്. അത് ഈ പറയണതായ വത്സാസുരനെയാണ് കൊന്നത് എന്ന് പറയും. പിന്നെ ഒരു ദിവസം എന്താ കുട്ടികൾ കാളിന്തിയുടെ കരയെ കൂടി നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് വലിയൊരു കൊക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പക്ഷി. ഇവിടേക്ക് കൊക്ക എന്നല്ലേ പറയാ, കൊറ്റീന്നാ. എന്താ പേര്? കൊക്ക തന്നെയല്ലേ? അതന്നെ കൊക്ക. വേറെ ചില ദിക്കിക്ക് പോയാൽ കൊക്ക അല്ല, വേറെ ഓരോ പേരുണ്ട്. അതാ ചോദിച്ചത്. ഇവിടെ എന്താ പേര് ശരിയടെ. അപ്പൊ കൊക്ക പറഞ്ഞ വലിയ കൊക്ക, നല്ല ഉയരമുള്ള ഒരു പക്ഷി. ഈ പക്ഷി ഇങ്ങനെ നിൽക്കണത് കണ്ടപ്പം ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ, അതേപോലെ ഇങ്ങനെ കുട്ടികൾ പോകുമല്ലേ, കുട്ടികൾ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഈ പക്ഷി ഭഗവാനെ
കൊത്തിയെടുത്ത് അങ്ങോട്ട് മിഴുങ്ങി ഇത് ഇവിടെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോൾ എന്താണ്ടായി വെച്ചാൽ ഇത് കൊക്കല്ല, ബകാസുരൻ എന്ന് പറഞ്ഞ അസുരനാർന്നു. ഇവൻ കൊക്കിന്റെ രൂപത്തിൽ വന്നിരിക്കുക. ബക എന്ന് പറഞ്ഞാൽ കൊക്കാണേ. ഈ കൊക്കിന്റെ രൂപത്തിൽ വന്നിരിക്കണ ഈ അസുരൻ ഭഗവാനെ കൊത്തി മിഴുങ്ങിയിട്ട് കാര്യമില്ല. കണ്ഠത്തോളം എത്തിയപ്പോഴേക്ക് തം താലുമൂലം പ്രദഹന്തമഗ്നിവൽ ഗോപാലസൂര്യം പിതരം ജഗദ്ഗുരോ. ഭഗവാനെ അങ്ങോട്ട് കൊത്തി മിഴുങ്ങി തീക്കനല് മിഴുങ്ങിയ മാതിരി ഇവിടെ വരെ എത്തിക്കാനേ പറ്റിയത്. അങ്ങോട്ട് ചച്ഛർദ അതുണ്ടായത്. ഛർദിച്ച സമയത്ത് ഭഗവാൻ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിയിട്ട് ഇവൻ്റെ ഈ 2 കൊക്കുണ്ട്. കൊക്കവനെ 2 ചുണ്ടും ഇങ്ങോട്ട് പിടിച്ചിട്ട് നമ്മളെ മുണ്ട് കീറുന്ന ലാഘവത്തോടെ വിളക്കിൽ തിരിയിട്ടാൻ വേണ്ടി മുണ്ട് കീറില്ലേ, അങ്ങോട്ട് വലിച്ചു കീറി അവിടെ അങ്ങ് കൊന്നു. അതോടാര് ചത്തു? ഈ ബകാസുരൻ. ഈ ബകാസുരനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം വേറൊരു ദിവസം കുമാരന്മാരെല്ലാവരും കൂടി കുട്ടികളും കൂടി പോകണം, കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ കാളിന്തിക്കരയ്ക്ക് പോവുക. അന്ന് രാമേട്ടൻ ലീവാ. രാമേട്ടൻ ഇല്ല, വയറുവേദനയല്ല, അമ്മ എവിടേക്കോ പറഞ്ഞയച്ചതാ. പേട്ടൻ ഇല്ലായതുകൊണ്ട് അമ്മ ഉണ്ണിയെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു, ഉണ്ണിയെന്ന് വലിയേട്ടനൊന്നും ഇല്ലാത്തതാണ്, വികൃതിയൊന്നും കാണിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. ഉണ്ണിയെ പറഞ്ഞു അമ്മ പറഞ്ഞതൊന്നും കാണിക്കില്ല എന്നും പറഞ്ഞു. അന്നാണ് തീരുമാനിച്ചത് അങ്ങനെയാവും. അന്ന് ഈ കുട്ടികൾ കാളിന്തിയുടെ കരയിലേക്ക് ചെല്ലുമ്പം കാളിന്തിയുടെ കരയിൽ ഒരു ഗുഹ, ഗോപാലപാലന്മാരെങ്ങനെ പോകുമ്പോൾ വലിയൊരു ഗുഹയെ. അപ്പോൾ ഈ ഗുഹ കണ്ടപ്പോൾ കുട്ടികളെല്ലാവരും എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങനെ പിന്നാക്കാണ് പറഞ്ഞത്. കുട്ടികളെല്ലാവരും മുമ്പിൽ പോവുകയും ചെയ്തു. അപ്പം ഈ മുമ്പിൽ പോയ കുട്ടികളെ ഈ മുമ്പിൽ കണ്ട ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ഭഗവാൻ പിന്നെന്ന് വിളിച്ച പറയണ്ട, കയറരുത് എന്നൊക്കെ വിളിച്ച പറയണ്ട, എന്നാലും ശ്രദ്ധിച്ചില്ല. കുട്ടികളെല്ലാവരും കൂടി കുട്ടികൾ ഈ ഗുഹയ്ക്ക് കയറി. അപ്പോഴേക്ക് ഭഗവാനും വന്നു. ഭഗവാൻ വന്നങ്ങനെ ആ ഗുഹയുടെ പുറത്ത് നിൽക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു, കണ്ണാ നോക്കൂ, ഈ ഗുഹ കണ്ടാലേ നോക്കൂ, പുതിയൊരു ഗുഹ. ഇന്നലെ വരെയില്ലാത്തൊരു ഗുഹ ഇന്നലെ വരെയില്ലാത്ത ഗുഹ ഇന്ന് ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പൊ സംശയിക്കണ്ടേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇറങ്ങും. ആരും ഇറങ്ങിയില്ല. നോക്കൂ കണ്ണാ, ഈ ഗുഹ കണ്ടാലേ ഒരു പാമ്പിന്റെ വായ പോലെ ഇല്ലേ, ആ പാറ കണ്ടാൽ പാമ്പിന്റെ പല്ല് പോലെ ഇല്ലേ, അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ. വാസ്തവത്തിൽ അത് പാമ്പ് തന്നെയാണ്. പാമ്പ് അഖാസുരൻ. എന്താ പേര്? അഖാസുരൻ. ഇവനൊരു പാമ്പിന്റെ വേഷത്തിൽ വന്ന് വായും പൊളിച്ചിരിക്കുക കുട്ടികളെ ഭഗവാനെ വിഴുങ്ങാനേ. ഭഗവാന് മനസ്സിലായി എന്തായാലും കുട്ടികളെ ഇറങ്ങില്ല എന്ന്. ഭഗവാനും കൂടി ഈ പാമ്പിന്റെ വായയിലേക്ക് കയറിയപ്പം ഇവൻ ഈ കടമുറിയുടെ ഷട്ടർ താഴ്ത്തുമ്പോൾ ഇതങ്ങോട്ട് താഴ്ത്തി. ഇതിന്റെ വായ അടച്ചു. എല്ലാവരും വായയുടെ ഉള്ളിൽ പെട്ടു. കുട്ടികളെല്ലാവരും നേരെ വിളിക്കാൻ തുടങ്ങി. അയ്യോ എന്നും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കും, ഞാനില്ല ഇവിടെ ചോദിച്ചു. പിന്നെ മിണ്ടിയില്ല. പിന്നെ ഇതിനെ മിട്ടണത് ഭഗവാൻ. ആ പാമ്പിന്റെ ഉള്ളിൽ പെട്ട ഭഗവാൻ തന്റെ ശരീരം കണ്ട് വലുതാക്കി. ശരീരം വലുതാക്കിയപ്പോൾ എന്താ ഉണ്ടായത്? ശരീരം വലുതാകുമ്പോൾ പാമ്പിന് സഹിക്കാം. പാമ്പിന്റെ വയറങ്ങോട്ട് പൊട്ടിയിട്ട് വലിയൊരു ഓട്ടയുണ്ടായി. ഈ ഓട്ടയുണ്ടായപ്പോൾ ആ ഓട്ടയിൽ കൂടി കുട്ടികളെ ഓരോരുത്തരെ ഭഗവാൻ ആ ഓട്ടയുടെ വക്കത്ത് അവിടെ നിന്ന് കുട്ടികളെ ഓരോരുത്തരെ എന്ത് ചെയ്തു? പുറത്തേക്ക്. നമ്മൾ ഈ ബസ്സിലെ കിളി നിൽക്കണ മാതിരി കണ്ടറില്ലേ? ആ വാതിക്കൽ ഇങ്ങനെ നിൽക്കണപ്പോൾ നിൽക്കൊണ്ടാണ് അകത്തേക്ക് കയറാൻ വയ്യായ, എന്നാലും ഇവൻ സഹായി എന്ന വെപ്പ് കണ്ടറില്ലേ? അതേമാതിരി ഓരോരുത്തരെ ഇറക്കി വിട്ടിട്ട് ചോദിച്ചു, എല്ലാവരും അയ്യോ എന്ന് എണ്ണി നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അയ്യോ എന്ന് പറഞ്ഞു. എല്ലാവരും പുറത്തെത്തി എന്ന് കണ്ടപ്പം ഭഗവാനും പുറത്തേക്ക് ചാടി. നോക്കൂ, എല്ലാവരെയും രക്ഷിച്ച് പുറത്തെത്തിച്ചതിൻ്റെ ശേഷമാണ് ഭഗവാൻ പുറത്തേക്ക് ചാടിയത്. എന്തല്ല ഒരു വലിയ വാത്സല്യം. നമ്മളൊക്കെ ആശാലോ അതന്നെ നേരം പോണോ? നമ്മളാശാൽ എന്താ നമ്മൾ മുമ്പിൽ അങ്ങോട്ട് ഓടിക്കോളൂ എന്ന് പറയാൻ വയ്യാത്ത വല്യമ്മമാരൊക്കെ അവിടെ ഉണ്ടാവും. അത് ഭഗവാൻ അങ്ങനെയല്ല. തൻ്റെ ആശ്രിതന്മാരെ രക്ഷിച്ചതിൻ്റെ ശേഷേ ഭഗവാൻ സ്വയം രക്ഷയ്ക്ക് നോക്കിയുള്ളൂ. എല്ലാവരെയും പുറത്തെത്തിച്ചിട്ട് ഭഗവാൻ പുറത്തേക്ക് പോരും ചെയ്തു. അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഈ അഖാസുരൻ്റെ പ്രാണൻ അതിൻ്റെ മൂർധാവ് ഭേദിച്ച് പോവുകയും ചെയ്തു. ഇതപ്പം ഉണ്ടായത്. അഖാസുരനെ കൊന്നു. എന്നിട്ട് പറഞ്ഞു, പരീക്ഷിത്തെ, അഖാസുരനെ ഭഗവാൻ കൊന്നത് 5ാമത്തെ വയസ്സിലാണ്. പക്ഷെ ഈ കഥ ഭഗവാൻ പോയി കുടുംബത്ത് പോയി കുട്ടികളോ പറഞ്ഞത് 6ാമത്തെ വയസ്സിലാണെന്നും പറഞ്ഞു. ഇത് അഖാസുരനെ കൊന്നത് 5ാമത്തെ വയസ്സിലാണ്. പക്ഷെ അഖാസുരനെ കൊന്നു കണ്ണൻ എന്ന വർത്തമാനം കുട്ടികൾ പോയിട്ട് അവനവൻ്റെ കുടുംബത്ത് അച്ഛനോടും അമ്മോടും പോയി പറഞ്ഞത് 6ാമത്തെ വയസ്സിലാണെന്നും പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, അപ്പോൾ ഒരു കൊല്ലക്കാലം കുട്ടികൾ എന്താ മിണ്ടാണ്ടിരുന്നത്? അവരെവിടേക്ക് പോയി? പരീക്ഷിത്തെ, ഭഗവാന്റെ കഥയാണ്. നമ്മൾ വിചാരിച്ച മാതിരി 5, 5, 10, 8, 8, 16 എന്നുള്ള കൂട്ടി കഴിച്ചാൽ കിട്ടില്ല. ഇത് കഥ വേറെയാണ്, വേറെയും ചിലതൊക്കെ ഉണ്ട് അതിൽ. എന്നാൽ അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ആ കഥയാണ് പറഞ്ഞത്.